ചിക്കൻ പെറോട്ട, ബീഫ് പെറോട്ട, മട്ടൺ പെറോട്ട, അങ്ങനെയുള്ള പ്രോസസ്ഡ് ഫുഡെല്ലാം കാർസിനോജൻസാണ്. ഞാനിതുവരെ 55 years ഓപ്പറേറ്റ് ചെയ്തു. ഐ ഡോണ്ട് തിങ്ക് ഐ ആം എ മാസ്റ്റർ. And there is only one master, probably. You have to sweat for an hour. That is obesity വരുന്ന ആൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ 1 മണിക്കൂർ 45 മിനിറ്റ് സ്വെറ്റ് ചെയ്യണം. ലൈം എ ഡേ, നോട്ട് ദി ആപ്പിൾ എ ഡേ, ദാറ്റ് പ്രിവെൻറ്റ് ക്യാൻസർ. അത് കരഞ്ഞു പോകും, കണ്ണീർ വരും. അത്രയും ഇതായിട്ട് പറഞ്ഞിരിക്കുന്ന പുള്ളിയുടെ വേദനകളും ഞാൻ ചെയ്തതിനെ പറ്റിയുള്ള അപ്രീസിയേഷനാണ്. ഞാൻ 104 വയസ്സാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്ട്രാങ്കുലേറ്ററാണ് ഞാൻ വന്നിട്ട്. അങ്ങേര് 108 വയസ്സ് വരെ ഇരുന്നു. പത്മനാഭൻ വൈദ്യർ എന്നാണ് പേര്. വാട്ട്സ് ദ ബെസ്റ്റ് വേ ടു ഹാവ് എൻ എക്സസൈസ്? You walk outside. You see the beautiful trees, plants, everything. Fresh air you inhale. 2/3 of the stomach is taken away. Stomach is made smaller. Oh my God. ഹലോ ആൻഡ് വെൽക്കം എവറിബഡി ടു അവർ ഷോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് വളരെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. വിച്ച് ഇസ് ടു ഡു വിത്ത് അവർ ലൈഫ് സ്റ്റൈൽ, അവർ ഫുഡ് ഹാബിറ്റ്സ്, ന്യൂട്രീഷൻ, ഒബീസിറ്റി, ഡയബറ്റീസ്, ഇതൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നതാണ്. നമ്മുടെ ജീവിത രീതി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇറ്റ്സ് നോട്ട് ഓൺ ദ റൈറ്റ് ട്രാക്ക്. അത് കാരണം there are lots of things that we should be concerned about in our society at large. And ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് പത്മശ്രീ ഡോക്ടർ KP ഹരിദാസ്. ഹി ഈസ് എ ലാപ്രോസ്കോപ്പിക് സർജൻ. സാറിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആണ് ബാരിയട്രിക് ആൻഡ് മെറ്റബോളിക് സർജറി. സാറിനെ നമുക്ക് ഷോയിലേക്ക് വെൽക്കം ചെയ്യാം. സർ, ഇറ്റ്സ് ബീൻ ആൻ ഓണർ, ഇറ്റ്സ് എ പ്ലെഷർ ടു ഹാവ് യു ഓൺ ദ ഷോ. സർ, എത്രയോ വർഷങ്ങളായിട്ട്, ആൻഡ് ഐ തിങ്ക് വെൻ ഡിഡ് യു സ്റ്റാർട്ട്? 1960s? No, I started out my surgical career in 1970. 1970 yeah, to now. It is 55 years now. Yes. Open surgery ഒരു 25 yearsum. പിന്നെ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ 30 yearsum കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 55 years ആവും ശരിക്കും. അതുകൊണ്ട് വയസ്സൊന്നും ആയിട്ടില്ല, വയസ്സനല്ല. Still very active. So just to steam up the conversation, I'm going to throw like some 5 questions. Yes, okay, നമുക്ക് കുറേ മിത്സ് ആൻഡ് മിസ്കൺസെപ്ഷൻസും ഡൗട്ട്സും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിൽ ആദ്യത്തെ കാര്യം, ഈ എല്ലാവരും പറയും ആഹാരത്തിന്റെ കൂടെ വെള്ളം കുടിക്കില്ല എന്ന്. ചിലർ പറയും കുടിക്കണം. ഇതിൽ എന്താണ് ശരി? സ്റ്റൊമക്കിന്റെ ജോലി ആലോചിച്ചാൽ മതി. സ്റ്റൊമക്കിന്റെ ജോലി മിക്സിംഗ് ആണ് ഫുഡ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും ഫുൾ സ്റ്റൊമക്ക് കഴിക്കരുത്. ലീവ് സം സ്പേസ് ഫോർ മിക്സിംഗ്, ചേണിങ് ദ ഫുഡ്. അതാണ് ഇപ്പൊ ഈ സംബഡി ഈസ് വെരി പർട്ടിക്കുലർ. നമ്മുടെ ആൾക്കാർ പൊതുവെ ഫുള്ളായിട്ട് ഫുൾ സ്റ്റൊമക്ക് കഴിച്ച് 2 ഗ്ലാസ് വെള്ളം കൂടെ കഴിക്കും. അപ്പോഴേ സ്റ്റൊമക്ക് ഫുള്ളാകും, ആസിഡ് റിഫ്ലക്സ് ചെയ്യും. അതുകൊണ്ട് യു ഡ്രിങ്ക് വാട്ടർ ഇൻ ബിറ്റ്വീൻ മീൽസ്. 1.5 മണിക്കൂർ 1 മണിക്കൂർ. ഒരു പക്ഷെങ്കിൽ ആ മിക്സിംഗ് ഒന്നുകൂടെ ആക്കാൻ യു ക്യാൻ ടേക്ക് പ്രോബ്ലി നെയിംസ് ലൈക്ക് ഒരു 100 ml വാട്ടർ. ആൻഡ് അതർവൈസ് സിപ്പിംഗ് വാട്ടർ. ആൻഡ് സ്റ്റൊമക്കിന് കുറച്ചുകൂടെ ദ്രാവകമാക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കാൻ വേണമെങ്കിൽ. ആൻഡ് ഡോണ്ട് ഡയല്യൂട്ട് ദി ആസിഡ് ഇൻ ദി സ്റ്റൊമക്ക്. ഡോണ്ട് മിക്സ് എ ലോട്ട് ഓഫ് വാട്ടർ. ദാറ്റ് ഈസ് ഡേഞ്ചറസ്. ആസിഡ് റിഫ്ലക്സിൻ്റെ ഒരു പ്രധാന കാരണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ കിടക്കരുത്. അറ്റ്ലീസ്റ്റ് 1 hour ആഫ്റ്റർ, മിനിമം 30 minutes, 1 hour. You can walk slowly, so the digestion process will start. Stomach will start emptying. Stomach normally ഒരു വെജിറ്റേറിയൻ മീൽ കഴിച്ചാൽ ഒരു 4 മണിക്കൂറിൽ എംറ്റി ചെയ്യും. ഫാറ്റി മീൽസ് കഴിച്ചാൽ 6 hours എടുക്കും എംറ്റി ചെയ്യാനായിട്ട്. അതാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ മീൽസ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട്. അതാണ് ഹൗ മച്ച് വാട്ടർ യു നീഡ് എ ഡേ. 70 kilograms ഉള്ള ആൾക്ക് 3 liters. അത് വാട്ടർ യു ക്യാൻ ഹാവ് എനി ലൈം ജ്യൂസ് ആകാം. ലൈം ജ്യൂസ് ഈസ് ലൈഫ് സേവിങ് സാധനമാണ്. വൈറ്റമിൻ സി എന്ന് പറയുന്നത് വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് പിന്നെ എന്താ ഇമ്മ്യൂണോ സ്റ്റിമുലേറ്റർ ആണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ലൈം. എ ലൈം എ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ, നോട്ട് ആപ്പിൾ എ ഡേ. അടുത്ത ചോദ്യം, ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് ഓക്കെ ആണോ? ഒരിക്കലും അല്ല. അരമണിക്കൂർ ഉറങ്ങിയിട്ട് എന്ത് ചെയ്യാനാണ് ശരിക്കും? 30 minutes. You can probably relax if you want to. Why you want to relax? കാരണം നിങ്ങൾ യു ഹാവ് ടേക്കൺ എ ഹെവി മീൽ അറ്റ് ലഞ്ച്.
അപ്പോൾ എന്ത് സംഭവിക്കും, സർക്കുലേഷനിൽ എന്ത് സംഭവിക്കും, സ്റ്റൊമക്കിലേക്ക് സർക്കുലേഷൻ വരും, ബ്രെയിനിലേക്കുള്ള ഒരു സർക്കുലേഷൻ കുറയും, ഒരു മയക്കം പോലെ തോന്നും, ഒന്ന് കിടന്നാൽ കൊള്ളാമെന്ന് തോന്നും. അതുപോലെ യു ഹാവ് എ സ്റ്റാൻഡിങ് ലഞ്ച്, നിന്നുകൊണ്ട് കഴിക്കുന്ന ഒരു സോഫ്റ്റ് ലഞ്ച്, വെജിറ്റബിൾസ് ആൻഡ് സാലഡ്സ്, അങ്ങനെയുള്ള ലഞ്ച് വർക്കിംഗ് പേഴ്സൺ മസ്റ്റ് ഡു ദാറ്റ്. ആൻഡ് എനിക്കറിയാം, എനിക്ക് ഈ മെയ്സൺസും മറ്റുമൊക്കെ വന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് അറിയാം, ഇവർ ഉച്ചയ്ക്ക് ഒരു ലഞ്ച് കഴിച്ചിട്ട് ആ തടിയിലൊരു കിടപ്പുണ്ട്, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ, അവർക്കൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി കിടക്കുന്നതാണ്. ദേ ഡോണ്ട് റിയലൈസ് ഇറ്റ്സ് റോങ് ആഫ്റ്റർ ഹാവിങ് എ ഫുൾ സ്റ്റൊമക്ക്. അവരെല്ലാം വയറ് ഫുള്ളാകണമെന്ന് വെച്ചാൽ 2 ലിറ്ററെങ്കിലും അകത്ത് ചെല്ലണം. എന്നാലേ സ്റ്റൊമക്ക് ക്യാൻ സ്ട്രെച്ച് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് എനി ലീറ്റർ. ഒരു 6 ലിറ്ററൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും സ്റ്റൊമക്കിൽ, 5 ലിറ്ററൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ സ്ട്രെച്ച് ചെയ്യരുത് സ്റ്റൊമക്കിന്, ഫുൾ സ്റ്റൊമക്ക് ആക്കരുത്. എന്നിട്ട് കിടക്കരുത്, റിഫ്ലക്സ് ചെയ്യും, അവർക്ക് അറിഞ്ഞുകൂടാ. കഴിച്ചു കഴിഞ്ഞിട്ട് 10 മിനിറ്റ് നടക്കുന്നത് നല്ലതാണോ? തീർച്ചയായിട്ടും 10 മിനിറ്റിൽ മേക്ക് ഇറ്റ് 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് നടക്കുന്ന പതിയെ നടന്നാൽ മതി. റിലാക്സിങ് ആൻഡ് യു വിൽ നോട്ട് സ്ലീപ്പ് ആൾസോ വെൻ യു വാക്ക്. ഇരിക്കുന്നു, വെൻ യു സിറ്റ് ബാക്ക് യു വിൽ സ്ലീപ്പി. ബിക്കോസ് നിറച്ച് ഫുഡ് കഴിച്ചപ്പോൾ സ്റ്റൊമക്കിന് ജോലി മിക്സ് ചെയ്യണം, അതിന് സർക്കുലേഷൻ വേണം, അതിൻ്റെ മസിൽ വർക്ക് ചെയ്യണം. സർക്കുലേഷനൊക്കെ സ്റ്റൊമക്കിലേക്ക് വരും കൂടുതൽ, അങ്ങോട്ട് പോണത് കുറയും. അപ്പോൾ ഒരു മയക്കം വരും, എന്നാൽ ഒന്ന് കിടന്നു കളയാമെന്ന് വിചാരിക്കും. അതുപോലൊരു ഫുഡ് കഴിക്കരുത്. മേക്ക് ഇറ്റ് എ ലൈറ്റ് വെജിറ്റേറിയൻ ലീഫി ലഞ്ച്, ലൈക്ക് നിന്നുകൊണ്ട് കഴിക്കുന്ന ഒരു ഫുഡ്. അപ്പോൾ നിങ്ങൾക്ക് കിടക്കാൻ തോന്നുമല്ലോ. കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഹൊറിസോണ്ടലാവുന്ന ആളോടാണ് പറയുന്നത്. അടുത്ത ചോദ്യം ഡോക്ടർ, ഫ്രിഡ്ജിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്, അതായത് കുക്ക്ഡ് ഫുഡ് സ്റ്റോർ ചെയ്തിട്ട് വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിക്കുന്നത്, ഇസ് ദാറ്റ് ഓക്കെ? See, it depends on situation. Suppose you are living in England, actually, you cannot cook every day. എല്ലാ ദിവസവും കുക്ക് ചെയ്യാൻ ഒക്കില്ല. ഒരു 2 ദിവസം ഒരാഴ്ചയൊക്കെ വെച്ചാൽ, ഫ്രീസറിലാണെങ്കിൽ സെപ്പറേറ്റ് ആക്കി വെച്ചിരുന്നാൽ എടുത്ത് ഉപയോഗിക്കാം. അല്ലാതെ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചറിൽ വെച്ചാൽ സ്റ്റൈലായി പോകാൻ ചാൻസ് ഉണ്ട്. 2 ദിവസമൊക്കെ, ഒരു 48 hours വലിയ കുഴപ്പമില്ല. അതിൽ വെച്ചാൽ ബാഡ് ബാക്ടീരിയ എല്ലാം എന്തെങ്കിലും കയറി പിടിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. അത് ഇറ്റ് ഈസ് നോട്ട് സേഫ്. ദെൻ അഗെയിൻ നമ്മൾ പ്രോസസ്ഡ് ഫുഡാണെന്ന് ഓർക്കണം, അത് നോട്ട് ദി റിയൽ ഓർഗാനിക് ഫുഡല്ല. അപ്പോൾ അത് വഷളാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം നമ്മൾ വാങ്ങിക്കുന്നതെല്ലാം പ്രോസസ്ഡ് ഫുഡാണ് വാങ്ങിച്ച് കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഫ്രഷ് ആയിട്ടുണ്ടായി കഴിക്കാമെങ്കിൽ അവൈലബിൾ ആണ്. ഈവൻ ലഞ്ചിന് വേണമെങ്കിൽ ഗ്രീൻ വെജിറ്റബിൾസ് വിത്തൗട്ട് ബോയിലിംഗ് കഴിക്കാം, ഇല്ലെങ്കിൽ ഒന്ന് ബോയിൽ ചെയ്ത് കഴിക്കാം. അങ്ങനെയുള്ളത് പറ്റുന്ന ഒരു സ്ഥലത്ത് മോര് വെള്ളം കഴിക്കാം, ഒരു കപ്പ് തൈര് കഴിക്കാം, 1 കപ്പ് പയറ് കഴിക്കാം, പ്രോട്ടീനാണ്. അങ്ങനെയുള്ളിടത്ത് എന്തിനാണ് ഇതിൽ വെച്ചിട്ട് കഴിക്കുന്നത്? പക്ഷേ ചിലപ്പോൾ ആവശ്യം വരും, നമുക്ക് സമയമില്ല, 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ ഉണ്ടാക്കി വെച്ച് കഴിക്കാം. ബട്ട് if you can make it fresh, that's the best. ഡോക്ടർ പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുക്കിങ്ങിൻ്റെ ലോഡ് ഇത്തിരി കുറഞ്ഞു കിട്ടും. തീർച്ചയായിട്ടും കുറഞ്ഞു കിട്ടും. കുക്കിംഗ് ലോഡൊന്ന് കുറഞ്ഞു കിട്ടും. അതാണ് അഡ്വാൻറ്റേജ്. ഗ്യാസ് ഇല്ലാത്തപ്പോൾ ഒരാഴ്ചക്ക് കുക്ക് ചെയ്ത് വെക്കാം. വെച്ചിരുന്നെങ്കിൽ ഒരാഴ്ച ഗ്യാസ് ഉപയോഗിക്കണ്ടായിരുന്നു, സേവ് ചെയ്യാം. ഇപ്പം ഗ്യാസ് ഇല്ലല്ലോ. അടുത്തത്, ഈ ജിം ബോഡി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അതിന്റെ പിന്നാലെ ബോഡി എന്ന് പറയുന്നത് തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ടേമാണ്. ജിം ബോഡി, ഐ ഡോണ്ട് നോ. അതായത് സിക്സ് പാക്സ്, ആ ഒരു ട്രെൻഡ് നല്ലതാണ്. ആ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടമുള്ള, ഇഫ് ദേ എൻജോയ്, ലെറ്റ് ദം ഡു ഇറ്റ് ആക്ച്വലി. ബട്ട് everybody mustn't do that actually. What is the point after all? If you have to have exercise, what's the best way to have an exercise? You walk outside, you see the beautiful trees, plants, everything, fresh air you inhale. അല്ലേ, നമ്മൾ ഫ്രഷ് എയർ അല്ലേ പുറത്ത് കിട്ടുന്നത്. നല്ലൊരു കടലോരത്തൂടെയോ ഒരു ബ്രിഡ്ജിലൂടെയോ മനോഹരമായ സൈറ്റ്സ് കണ്ടിട്ട്, that will rejuvenate your mind and body. അപ്പോൾ മസിൽ സ്ട്രെങ്തനിങ് ആവശ്യമില്ല, വെയിറ്റ് ട്രെയിനിങ് വളരെ ആവശ്യമാണെന്ന് കേൾക്കാറുണ്ട് ആഫ്റ്റർ ദി ഏജ് ഓഫ് 40. ഓവർഡു ചെയ്യരുത്. ഓവർഡു ചെയ്ത് കഴിഞ്ഞാൽ ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, അത് അക്യുമുലേറ്റ് ചെയ്യും. യു വിൽ ഗെറ്റ് ക്രാംസ് ആൻഡ് പെയിൻസ്. ചിലരെന്നെ വിളിച്ച് പോയിട്ടുണ്ട്, ഞാൻ പറഞ്ഞു യു ഡു ദാറ്റ് മോഡറേറ്റ്ലി. ജിമ്മിന് ആവശ്യമുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, സിറ്റിയിൽ താമസിക്കുന്നവർക്ക് വേറെ ഓടാനും നടക്കാനും ഒന്നും സമയമില്ല. എസ്പെഷ്യലി ഇപ്പോൾ പട്ടിയെ പിടിച്ച് നടക്കാനും ഒക്കത്തില്ല. അതുകൊണ്ട് ജിമ്മ് ആവശ്യമാണ്.
ഇവർക്ക് യങ് ഏജിൽ ഒരു മസിലൊക്കെ കാണിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ നെവർ ടേക്ക് ബാഡ് പ്രോട്ടീൻസ് നാച്ചുറലായിട്ട് കഴിക്കണം. പ്രോസസ്ഡ് ബോട്ടിൽ വരുന്ന പ്രോട്ടീനൊന്നും കഴിക്കരുത്. ക്രിയാറ്റിനൊക്കെ ഉണ്ട്, നിങ്ങളുടെ മസിലൊക്കെ ഒന്ന് പെരുപ്പിച്ച് കാണിക്കാം, ബട്ട് ഇറ്റ് ഈസ് നോട്ട് സേഫ്. ഒന്ന്. സെക്കൻഡ്, യു ഹാവ് AC എയർ കണ്ടീഷൻഡ് ആണ്. യു ആർ സപ്പോസ് ടു സ്വെറ്റ്. എയർ കണ്ടീഷനിങ് സ്വെറ്റ് ചെയ്യും. പിന്നെ മൾട്ടിപ്പിൾ പീപ്പിൾ ദർ ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് ആൻഡ് ലോട്ട് ഓഫ് ബാക്ടീരിയ ആസ് വെൽ ആസ് കാർബൺ ഡൈ ഓക്സൈഡ് സർക്കുലേറ്റിംഗ്, അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇല്ല, ഒഴിവാക്കാനൊക്കില്ല. ഇപ്പോൾ ഒരു ട്രെൻഡായി അല്ലേ. ഇഫ് യു ഡു see, you have so many light games now, sports now, like pickleball, badminton, tennis, running, football, volleyball, basketball. അങ്ങനെ പലതും ഉണ്ട്, എന്തെല്ലാം ഉണ്ട്. ബ്യൂട്ടിഫുൾ അല്ലേ, അതെല്ലാം പുറത്താണ്. യു എൻജോയ് ആൻഡ് ഹാപ്പി ഹോർമോൺസ് ലിബറേറ്റ് ചെയ്യും, എൻഡോർഫിൻസ് ലിബറേറ്റ് ചെയ്യും when you do that sports. Right. Sports is part of healthcare ആണ്. Right. Part of healthcare ആണ്. Okay, last question which I feel is a little ഇത്തിരി പ്രശ്നം ഉണ്ടാക്കുന്ന ചോദ്യമാണ്. 2 പെഗ് ഓക്കെ ആണോ? Not really. കാരണം എന്താന്ന് വെച്ചാൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒരു ഹാബിറ്റ് ഫാമിങ്, അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഡ്രഗ്സും. യു കട്ട് ഡൗൺ, ഇറ്റ്സ് എ ഡേഞ്ചറസ് തിങ്. വാട്ട് ഈസ് ദ ഗുഡ് ദാറ്റ് ഈസ് ഗിവിങ്? It is a carcinogen. Alcohol. It produces inflammation in the body, chronic inflammation. One of the causes for cancer, heart disease, myocarditis. എല്ലാത്തിലും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ആൽക്കഹോൾ ഈസ് ദ ഓൺലി തിങ് അബ്സോർബ്ഡ് ഫ്രം ദി സ്റ്റൊമക്ക് സ്ട്രൈറ്റ്. ആൻഡ് അതുകൊണ്ട് ആൽക്കഹോൾ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിച്ചിട്ട് ഒരു പക്ഷേ നമ്മളിങ്ങനെ പറയുമ്പോൾ ഫ്രണ്ട്സ് ചേരുന്നു, ഒരാൾ ഒഴിച്ചു കൊടുക്കും, ഹാവ് വൺ മോർ. ഒരു 4 പെഗ് കഴിക്കുന്നവൻ മിടുക്കനായിട്ട് കാണുന്ന കാലം ഉണ്ടായിരുന്നു. ഒരു പെഗ് കഴിക്കുന്നതല്ല. ഒരു പെഗ് എന്ന് പറയുമ്പോൾ ലാർജ് എന്ന് പറയുന്നത് 60 ml ആണ്. ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ 40-45% ആണ് ഇതിൽ ആൽക്കഹോൾ കണ്ടൻറ്റ്. അപ്പോൾ സപ്പോസ് യു ആർ ടേക്കിംഗ് 3 പെഗ്സ് 100 ml ആയില്ലേ. ദാറ്റ് ഈസ് അതിൽ 40% ആകുമ്പോൾ 40 ഗ്രാമായി. 40 ml റിയൽ ആൽക്കഹോളാണ്. അത് റെഗുലർ ആകുമ്പോൾ ലിവറിൻ്റെ ഫങ്ഷൻ അടിച്ചു പോവും. അപ്പിറ്റൈറ്റ് കൂടും. നിങ്ങൾ കാണുന്നതെല്ലാം മാറി കഴിക്കും അപ്പിറ്റൈറ്റ് കൂടിയിട്ട്. അത് അൺഹെൽത്തി ഫുഡാണ് കഴിക്കുന്നത്, പ്രോസസ്ഡ് ഫുഡാണ് കഴിക്കുന്നത്. ദാറ്റ് ഈസ് അൺഹെൽത്തി. യു ഡെവലപ്പ് ഡയബറ്റീസിൻ്റെ ഒരു കാര്യം ഫാറ്റി ലിവറാണ്. അത് വരാതെ നോക്കണം. നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാരെടുത്താൽ പലർക്കും ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒക്കെ ഫാറ്റി ലിവറുണ്ട്. ഒരുപാട് പേര് പുറത്ത് ലേറ്റായിട്ട് ഉറങ്ങുന്നവരും ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കുന്നവരും. അങ്ങനെ വന്നാൽ മേ ബി ഐ ഡോണ്ട് നോ, ഐ വുഡന്റ് സജസ്റ്റ്. ആക്ച്വലി ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല ഞാൻ. സർ, ഇപ്പോൾ ഒരു സർജറി, ഇത് ലാസ്റ്റ് ചെയ്ത സർജറി എന്നായിരുന്നു? ലാസ്റ്റ് ചെയ്ത സർജറി ഡിസംബർ. അല്ലല്ല, അത് ബാരിയാട്രിക് സർജറിയെ കുറിച്ചാണ് പറയുന്നത്. അത് മെറ്റബോളിക് സർജറിയാണ് ചെയ്തത്. അത് ട്രിവാൻഡ്രത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു. ആൻഡ് ഹർ നെയിം ഈസ് ഗൗരി, പേര് പറയുന്നത് ശരിയല്ല. ആൻഡ് 152 കിലോ ഉള്ള ഒരു ലേഡി. ഷീ സപ്പോസ് ടു ഹാവ് സംതിങ് ലൈക്ക് 75. ആൻഡ് അവർക്കൊരു മിനി ഗാസ്ട്രിക് ബൈപ്പാസ് ചെയ്തു. അതെന്ന് പറഞ്ഞാൽ സ്റ്റൊമക്കിനെ ചെറുതാക്കും, ഇൻഡസ്ട്രീനെ ഒരു 200 centimeters ബൈപ്പാസ് ചെയ്യും. പിന്നെ അവർക്ക് ഒരു കോമോർബിഡിറ്റിയും വരില്ല, ഡയബറ്റീസും വരില്ല. ഡയബറ്റീസ് ക്യൂർ ചെയ്യുന്ന സർജറിയാണ് മെറ്റബോളിക് സർജറി. ബിക്കോസ് ഡയബറ്റീസ് ഈസ് എ മെറ്റബോളിക് ഡിസീസ്, ടൈപ്പ് 2 ഡയബറ്റീസ്. സർ, അതാണ് നമുക്ക് കുറേ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാനൊരു വളരെ ലേമൻ ലെവലിൽ നിന്നായിരിക്കും ചോദിക്കുക. ആദ്യത്തെ ബേസിക് കാര്യം പലവർക്കും നമുക്ക് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ലാത്തൊരു കാര്യമാണ്. കേൾക്കുമ്പോൾ ദേഷ്യം തോന്നില്ല. ഈ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? അതൊരു വലിയ നല്ല ക്വസ്റ്റ്യൻ ആണത്. ലാപ്രോസ്കോപ്പിക് സർജറിയാണ് 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ റെവല്യൂഷൻ. ആൻഡ് 87-ൽ ഫിലിപ്പ് മ്യൂറേ എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് സർജനാണിത് ഇത് കണ്ടുപിടിച്ചത്. ടൈനി ഹോൾസിലൂടെ എന്ന് പറഞ്ഞാൽ 5 millimeter, ½ സെൻറ്റിമീറ്റർ ഹോൾസ്, ഒരു 4 ഹോൾ ഇട്ടാൽ ഒരു ക്യാമറയ്ക്ക് ഒരു പിന്നെ ഇൻസിഷൻ, ഒരു പോട്ടെന്നാണ് പറയുന്നത്. ചെറിയ ഓപ്പണിങ്ങിനാണ് ഈ പോട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരു 5-10 millimeter ഇട്ടാൽ അതിൽ ടെലസ്കോപ്പ് പോകും. മിക്കവാറും ടെലസ്കോപ്പ് എല്ലാം 10 millimeter ഡയമീറ്ററിലാണ്, വലിയ ടെലസ്കോപ്പ്. 5 millimeter ഉണ്ട്, 3 millimeter ഉണ്ട്, അങ്ങനെയും ചെയ്യാം. അതിന്
3 mm സർജറി എന്ന് പറയും. ഐ ഹാവ് ദാറ്റ് ആസ് വെൽ, ഐ ഡു ദാറ്റ് ആസ് വെൽ. 3 mm വെച്ചിട്ട് ഇൻസ്ട്രുമെൻറ്റും ഇതുമൊക്കെ ഉണ്ട്, ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ 3 mm എന്ന് പറയുന്നത് 3 millimeter. അപ്പോൾ 5 millimeter 4 പോട്ട് വയറിൻ്റെ 2 ഭാഗത്തുമായിട്ട് 4 ടൈനി ഹോൾസ് വരും. അതിലൂടെയാണ് ഈ 180-200 കിലോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓപ്പൺ സർജറി അത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ദി മോർബിഡിറ്റി ഈസ് ടെറബിൾ. അതൊരു വലിയ പാടാണ്, ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട്. ലാപ്രോസ്കോപ്പി വന്നതിന് ശേഷമാണ് ഈ ഒബീസിറ്റി സർജറി ആൻഡ് മെറ്റബോളിക് സർജറി. ഒബീസിറ്റി മാത്രം കുറയ്ക്കുന്നതിനാണ് നമ്മൾ ബാരിയാട്രിക് സർജറി എന്ന് പറയുന്നത്. മെറ്റബോളിക് സർജറി എന്ന് പറയുമ്പോൾ ഈ കോമോർബിഡിറ്റീസ്, അതിൻ്റെ കൂടെ വരുന്ന കോമോർബിഡിറ്റീസ് ലൈക്ക് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, സ്ലീപ്പ് അപ്നിയ, മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഇതെല്ലാം വന്ന് ട്രൈഗ്ലിസറൈഡ്സ് കൂടും, സ്ലീപ്പ് അപ്നിയ വരും, ഡയബറ്റിസ് വരും, ഹൈപ്പർ ടെൻഷൻ വരും. ഇതിന് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങളാണ് ഈ സ്ലീപ്പ് ആപ്നിയും ഡയബറ്റിസ്. അവരിലാണ് 99%, 95% എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അതായത് നമ്മുടെ കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ, അല്ലെങ്കിൽ ആദ്യം വേൾഡിലേക്ക് പോകാം. നമുക്ക് ദി ബിഗ്ഗസ്റ്റ് കോസ് ഓഫ് ഡെത്ത് ഇൻ ദി വേൾഡ് എന്താണ്? കാർഡിയോവാസ്കുലർ ഡിസീസസ്. അതായത് ഹാർട്ട് ഡിസീസാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞ സ്ട്രോക്ക്, ബ്രെയിനിൽ ഇത് വന്നിട്ട് സ്ട്രോക്ക്. അത് കഴിഞ്ഞ ക്യാൻസർ. അത് കഴിഞ്ഞാൽ ഞാൻ പറയും ഒബീസിറ്റിയാണ് 4th ബിഗ്ഗസ്റ്റ് കോസ് ഓഫ് ഡെത്ത് ഇൻ ദി വേൾഡ് എന്ന് പറയും. തീർച്ചയായിട്ടും പറയും. അതാണ്. അപ്പോൾ ദിസ് ഈസ് എ കില്ലർ ഡിസീസ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ സുഖം കാണില്ല, പക്ഷേ ലിറ്ററലി ട്രൂ. പീപ്പിൾ ഡു നോട്ട് റിയലൈസ്. ആൾക്കാർ മനസ്സിലാകുന്നില്ല ഒബീസിറ്റി. 80 കിലോ ആകാവുന്ന ആൾക്ക് 200 കിലോ ഉണ്ടായിരുന്നാൽ എന്ത് ചെയ്യാനൊക്കെ? യു ഹാവ് ടു ബ്രിങ് ഇറ്റ് ഡൗൺ ടു 80 or 85. അപ്പോൾ അതുപോലുള്ള ഒരു സംഗതിയാണ് എൻ്റെ പാഷൻ ഇന്നത്തെ. സർ, ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ മോഡേൺ എപ്പിഡമിക്സ് എന്ന് പറയുന്ന ഒബേസിറ്റിയും ഡയബറ്റീസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ടൈപ്പ് 1 ഡയബറ്റീസും ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസും ഉണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ടൈപ്പ് 1 ഡയബറ്റീസിൽ ബീറ്റ സെൽസ് ഇല്ല, ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന സെൽസ് ഇല്ല അവർക്ക്. അപ്പോൾ ഇൻസുലിൻ സപ്ലിമെൻ്റ് ചെയ്ത് കിട്ടും. വലിയൊരു ക്രിക്കറ്റർ ഉണ്ടായിരുന്നല്ലോ പാകിസ്ഥാനിലെ, പാർട്ടിസിനെയും ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ. ഈ വാസ് എ ഡയബറ്റിക്, ടൈപ്പ് 1 ഡയബറ്റിക്. ഇൻസുലിൻ ഇല്ല അവർക്ക്. ഉണ്ടെങ്കിൽ തന്നെ ടോട്ടലി ഇൻസഫിഷ്യൻറ്റ്, ആൾമോസ്റ്റ് ഇൻസഫിഷ്യൻറ്റ്. അത് ജനറ്റിക് ആണത്. ആൻഡ് ടൈപ്പ് 2 എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതും ഇല്ലാതാക്കാൻ പറ്റുന്നതുമാണ്. മനസ്സിലായില്ലേ? ഒബീസിറ്റി ഈസ് വൺ ഓഫ് ദി മേജർ കോസസ് ഓഫ് ഡയബറ്റീസ്, hypertension, sleep apnea, high cholesterol, skin to bone, joint pain, skinnilulla patches, black patches, thickening of skin, and infertility, another important thing, sexual dysfunction at an young age. So some people don't get married also because of that reason. അപ്പോൾ ഇതെല്ലാം പബ്ലിക്കിന് അറിയേണ്ട കാര്യങ്ങളാണ്. ഈ ഒബീസിറ്റി കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും പറയാനുണ്ട്. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. ഇപ്പോൾ പൈൽസ് വരുന്ന ആൾക്കാർക്ക് കൂടുതൽ പൈൽസ് വരാനുള്ള ചാൻസ് ഉണ്ട്, വേരിക്കോസ് വെയിൻസ് വരാനുള്ള. നമ്മൾ എല്ലാം നമ്മുടെ വെയിറ്റ് കൂടുന്തോറും ഗ്രാവിറ്റി കൂടുകയല്ലേ, ഗ്രാവിറ്റിയുടെ പുള്ള്, മനസ്സിലായല്ലേ? അപ്പോൾ ഈ സ്റ്റേജസ് വരും, കാലിൽ നീര് വരും, ഈ വെയിനിലെല്ലാം ബ്ലഡ് കെട്ടി നിൽക്കും. അവരുടെ ബ്ലഡ് ക്ലോട്ട് വന്നിട്ട് പൾമണറി എംബോളിസം വരാം, മൂവ് ചെയ്യാതിരിക്കുന്ന ആൾക്കാർ. യൂഷ്വലി ദേ ഹാവ് എ സെഡൻറ്ററി ലൈഫ് ആക്ച്വലി, ആൻഡ് ദേ ഡോണ്ട് മൂവ്. വാട്ട് ഈസ് ദ സൈൻ ഓഫ് ലിവിങ്? ദി സൈൻ ഓഫ് ലിവിങ് ഈസ് മൂവിങ്. ദേ ഡോണ്ട് മൂവ്. 6 hours 4 hours ടി വിയിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ അനങ്ങാതിരിക്കും. ആൻഡ് നല്ലോണം അതിനിടയ്ക്ക് ചിപ്സും അതും ഇതും കഴിച്ചും കൊണ്ടിരിക്കും. എങ്ങനെ വെയിറ്റ് കൂടാതിരിക്കും? സി, വാട്ട് യു ടേക്ക് യു ഹാവ് ടു സ്പെൻഡ്, അല്ലേ? ഒരു വെഹിക്കിൾ കയറുന്ന സ്ഥലത്തൂടെ തിരിച്ചിറങ്ങാനും പറ്റണമല്ലോ എന്ന് പറഞ്ഞാണ് ഈക്വലാണ്. യു ടേക്ക് ആൻഡ് സ്പെൻഡ്, യു ടേക്ക് ആൻഡ് സ്പെൻഡ്. അത് ചെയ്യുന്നില്ല. യു ആർ ടേക്കിംഗ് എവറി ഡേ, നോട്ട് ബീയിങ് സ്പെൻഡ്. ദിസ് ഈസ് അക്യൂമുലേറ്റിംഗ്. So what is obesity? Accumulation of fat. Every day, inside the abdomen, outside the abdomen,
all over the body. ഇപ്പൊ ഫാറ്റ് എന്ന് പറയുന്ന ഒന്ന് പറയുന്നത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റും ഒന്ന് വിസറൽ ഫാറ്റും. Yes, yes. അപ്പൊ ഇവിടെ ഒബേസിറ്റിയിൽ എന്താണ് കൂടുതൽ നമ്മൾ കാണുന്നത്? ഒബേസിറ്റിയിൽ വിസറൽ ഫാറ്റ് ഭയങ്കരമായിട്ട് കൂടും. ഈ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് 10% ദി ടോട്ടൽ ഫാറ്റാണ്. അതായത് നമ്മുടെ ഓർഗൻസിനകത്ത് നിൽക്കുന്ന ഫാറ്റ്. ഫാറ്റ് വളരെ കൂടും. ഓർഗനെ എല്ലാം കവർ ചെയ്ത് ഈ ഫാറ്റ് വരും. ഇപ്പോൾ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന പാൻക്രിയാസിനെ, ലിവറിനെ, സ്പ്ലീനിനെ, കിഡ്നിയെ, ഇതിനെല്ലാം ഫാറ്റ് കൊണ്ട് മൂടുകയാണ് ചെയ്യുന്നത്. ടൈപ്പ് 2 ഡയബറ്റിസ് വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഈ ഫാറ്റൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും. മസിൽ യൂട്ടിലൈസ് ചെയ്യും ഷുഗറിനെ, പക്ഷേ ഇഫ് യു ആർ നോട്ട് മൂവിങ് മസിൽ കനോട്ട് യൂട്ടിലൈസ്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള സംഗതികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വിസറൽ ഫാറ്റിനുള്ള ഒരു വേറെ കുഴപ്പം, അത് ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് എന്ന് പറയുന്ന ഇൻഫ്ലമേറ്ററി എൻസൈംസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് വൺ ഓഫ് ദി കോസസ് ഓഫ് ക്യാൻസർ. ഇൻഫ്ലമേഷൻ, chronic inflammation causes cancer. അപ്പോൾ ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ലൈസ് അണ്ടർ ദ സ്കിൻ ആൻഡ് വിസറൽ ഫാറ്റ് ഇസ് ബിറ്റ്വീൻ ദി ഓർഗൻസ് ആൻഡ് ഇന്റേണൽ പാർട്ട്. ഇൻസൈഡ് ദി അബ്ഡമൻ. സോ നൗ ഇങ്ങനെ ഉള്ളവർക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. വിസറൽ ഫാറ്റ് കൂടുതൽ ഉള്ളവർക്ക് ഏഷ്യൻസിനിടയ്ക്ക് സെൻട്രൽ ഒബേസിറ്റി എന്ന് പറയും, അബ്ഡോമിനൽ ഫാറ്റ് അക്യുമുലേഷൻ. ദിസ് ഈസ് എ ബാഡ് സൈൻ ഓഫ് ഹാർട്ട് ഡിസീസ്. അവർക്ക് ടെൻഡൻസി കൂടുതലാണ് ഹാർട്ട് ഡിസീസ് ഉണ്ടാകുന്നത്. ഹാർട്ട് ഡിസീസിന്റെ ടെൽ സിംപ്റ്റം എന്ന് പറയുന്നത് വയറ് ചാടുക, വിസറൽ ഫാറ്റ് ആണ്. പോർട്ട് ബെല്ലി ആൻഡ് വിസറൽ ഫാറ്റ് and all over the body without moving. They are not spending. Accumulation of fat produces insulin resistance for various reasons. I can explain why. How do you get the resistance? Because this will not this will cover the organs. Liver will be started with fat. ഫാറ്റി ലിവർ നമ്മൾ കേട്ടില്ലേ? അങ്ങനെ വരുമ്പോൾ ഫാറ്റുള്ള മസിലും ലിവറും ഒക്കെ ഇൻസുലിൻ സിഗ്നൽസ് ടേക്കപ്പ് ചെയ്യില്ല. cannot take up insulin signals. അപ്പോഴേക്കും പാൻക്രിയാസിനോട് കൂടുതൽ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യാൻ പറയും. പാൻക്രിയാസ് വിൽ, ഇറ്റ്സ് എ ടയർഡ് ഹോഴ്സ്, നമ്മൾ ബീറ്റ് ചെയ്യുകയാണ് അതിന്, അത് സെക്രീറ്റ് ചെയ്യും കൂടുതലായിട്ട്. വൺ പോയിന്റ് ഓഫ് ടൈം ഇറ്റ് വിൽ സ്റ്റോപ്പ് സെക്രീറ്റിംഗ് adequate insulin. There is an insulin insufficiency also. ഇതാണ് കാര്യം. ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ കാര്യം അതാണ്. ടൈപ്പ് 2 എന്ന് പറയുന്നത് നമ്മളുടെ 80-90% നമ്മൾ അക്വയർ ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ, ഫുഡ്. This is really so sad that type 2 diabetes is something which we can prevent. എന്നാൽ നമ്മൾ അത് ശ്രദ്ധിക്കാതെ വിടുന്നു. Now when we talk about being overweight and being obese, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അത് അപ്പോൾ അവിടെ നമുക്ക് BMI എന്ന് പറയുന്ന ഒരു സംഗതി അറിയണം. BMI എന്ന് പറഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ്. ഹൗ ഡു യു കാൽക്കുലേറ്റ്? ദാറ്റ് ഈസ് ദി ആക്യുറേറ്റ് സ്കെയിൽ ഫോർ അസസിങ് ഒബേസിറ്റി. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത് 18-നും 24-നും ഇടയ്ക്ക് നിൽക്കും. 24 to 30 അല്ലെങ്കിൽ 25 to 30 ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡാണ് ഞാൻ പറയാൻ പോണത്. ഇപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഒരു 2 points കുറഞ്ഞു വരും ശരിക്കും. അവരുടെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് 18.5 to 24.9, 25. 25 to 30 എന്ന് പറയുന്നത് ഓവർ വെയ്റ്റ് ആണ്. 25 to 30 BMI is overweight. And above 30 is obesity grade 1 up to 35. Grade 2 up to 40. Above 40 is grade 3. That is called morbid obesity. ആ വേർഡ് ഇറ്റ്സെൽഫ് ഈസ് ഒരു സുഖവും കേൾക്കാനില്ല. മോർബിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബാഡ് ടേം ടു ബി യൂസ്ഡ്. ആക്ച്വലി യു ഹാവ് എ ഹൈ റിസ്ക് വൺസ് യു റീച്ച്. ആൻഡ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അച്ഛനും അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റാണ് ചാൻസ് ഡയബറ്റീസ് വരാനുള്ള ചാൻസ്. ജനറ്റിക് ഒരു 10% എന്ന് വെക്കാം. അതിന് നമുക്ക് റിവേഴ്സ് ചെയ്യുന്ന മ്യൂട്ടേഷൻ ക്യാൻ ബി റിവേഴ്സ്ഡ് വിത്ത് ഫുഡ്. അതാണ് ഇന്നത്തെ റിസർച്ച് നടക്കുന്നത്. തോമസ് എഡിസൺ പറഞ്ഞിട്ടുണ്ട്, ഫ്യൂച്ചർ ജനറേഷൻ ഓഫ് ഫിസിഷ്യൻസ് വിൽ ട്രീറ്റ് ഡിസീസസ് ആൻഡ് ക്യൂർ ഡിസീസസ് ആൻഡ് പ്രിവെൻറ്റ് ഡിസീസസ് വിത്ത് ന്യൂട്രീഷൻ. That's an amazing thought to have. Now, when we are talking about BMI itself, you told me that there are different grades, and in obesity itself, there are different grades. Yes. But doctor treat ചെയ്തിരിക്കുന്ന patients, I would like to know a case
an experience of yours whereby it was very complicated. ഡോക്ടർ ആ ഒരു കേസ് കാണുമ്പോൾ ഡോക്ടർ വിചാരിക്കും ഇതെങ്ങനെയാണ് നമുക്കൊന്ന് ശരിയാക്കുക എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു? എനിക്ക് അബുദാബിയിൽ നിന്ന് വന്ന ഒരു അറബി പേഷ്യൻ്റ് 25 വയസ്സുകാരനാണ്. അവൻ്റെ വെയിറ്റ് 212 kilos. 25-year-old 212 kilos. That is not an exaggeration at all. അമേരിക്കയിലാണ് ഹയസ്റ്റ് ഇൻസിഡൻസ് ഇൻ ദി വേൾഡ്. 35% of population is obese, weighing about 300 kilos, 250 kilos and 500 kilos വരുന്ന ആൾക്കാരുണ്ട്. ഇങ്ങേർക്ക് ഞാനൊരു മിനി ഗാസ്ട്രിക് ബൈപ്പാസ്, ഇതിനാണ് മെറ്റബോളിക് സർജറി എന്ന് പറയുന്നത്. അത്രയും BMI ഉള്ള ഒരാൾക്ക് സ്ലീവ് എന്നിപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ലാപ്രോസ്കോപ്പിക് ബാരിയാട്രിക് സർജറിയിലെ ഒരു സംഗതിയാണ് സ്ലീവ് ഓപ്പറേഷൻ. ദാറ്റ്സ് എ ബാരിയാട്രിക് സർജറി. അതെന്താ? സ്ലീവ് എന്ന് പറയുന്നത് സ്റ്റൊമക്കിനെ ചെറുതാക്കി ഒരു ഇൻഡസ്റ്റൈൻ്റെ സൈസിലുള്ള ഒരു ട്യൂബിലാണ് സ്റ്റൊമക്ക് ഉണ്ടാക്കും. അത് ടോപ്പ് ടു ബോട്ടം പൈലോറസിൻ്റെ അതുവരെ ഒരു ട്യൂബ് പോലെ ഇങ്ങനെ വരും. അതിനൊരു കാലിബ്രേഷൻ ട്യൂബുണ്ട്. അതിൻ്റെ സൈസ് 36 millimeters ആണ്. അതെന്ന് പറഞ്ഞാൽ 3.5 centimeter എന്ന് പറയും. ആ ഡയമീറ്ററുള്ള ട്യൂബ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റേപ്പിൾ ചെയ്യുകയും ചെയ്യും, കട്ട് ചെയ്യുകയും ചെയ്യും. കട്ട് ചെയ്ത് മാറ്റും ആ പോർഷൻ. ഒരു 2/3 of the stomach is taken away. Stomach is made smaller. അതുകൊണ്ട് ഈ എങ്ങനെയാണ് നമുക്ക് അതുകൊണ്ടൊന്നും സംഭവിക്കില്ല. യു ഗെറ്റ് സറ്റൈറ്റി. ആൾക്കാരെന്തിനാ വയറ് നിറച്ച് കഴിക്കുന്നത്? എന്തിനാണ്? സറ്റൈറ്റി, തൃപ്തി കിട്ടാൻ. അപ്പോൾ വിശപ്പുണ്ടാക്കുന്ന ഒരു ഹോർമോണുണ്ട്, ഗ്രലിൻ എന്നാണ് അതിൻ്റെ പേര്, ഗ്രലിൻ. അപ്പോൾ ആ ഹോർമോൺ സ്റ്റൊമക്ക് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആ ഹോർമോൺ അങ്ങ് നിൽക്കും. അപ്പോൾ യു ഫീൽ സറ്റൈറ്റി, എനിക്ക് തൃപ്തിയായി മതിയായി എന്ന് തോന്നും. അതിനാണ് സ്റ്റൊമക്കിന് ചെറുതാക്കി വരുമ്പോൾ നിങ്ങൾ കുറച്ചേ കഴിക്കൂ, യു ആർ ഹാപ്പി ആസ് വെൽ. അവരെ കണ്ടാൽ ദേ ആർ എക്സൈറ്റഡ്. ഹോസ്പിറ്റലിൽ നിന്ന് പോണതിന് ഒരു 4 ദിവസമോ 3 days എന്നാൽ അതിനിടയ്ക്ക് അവരൊരു 4 കിലോ 5 കിലോ കുറഞ്ഞിരിക്കും. അപ്പോൾ തന്നെ ദേ ആർ എക്സൈറ്റഡ്. ഡയബറ്റീസിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല, എല്ലാം നിർത്തുന്നു. സ്ലീപ്പ് അപ്പിന് ഞാൻ നെക്സ്റ്റ് ഡേ പോയി. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? എനിക്ക് തന്നെ അത്ഭുതമാണ്. സാറ് പറഞ്ഞില്ലേ ഒരു കുട്ടി, അറബി കുട്ടി വന്നിരുന്നു. അറബി കുട്ടിയുടെ സ്ലീപ്പ് അപ്പിന് അവന് ഉണ്ടായിരുന്നില്ല. അവന് നോട്ട് മച്ച് സിംപ്റ്റംസ്. ഹി വാസ് വെരി ഹെവി. ഹി വാണ്ടഡ് ടു ഗെറ്റ് ഹിസ് എക്സസ് വെയിറ്റ് റെഡ്യൂസ്ഡ്. അവന് ഞാനൊരു സ്ലീവ് ചെയ്ത അവനിപ്പോൾ അതിൻ്റെ ഇരട്ടി വെയിറ്റായിട്ട് വന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക് സ്ട്രെച്ച് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, സ്ലീവ് പോരാ. അവന് ചെയ്ത ഓപ്പറേഷൻ സ്റ്റൊമക്കിനെ ഒന്ന് ചെറുതാക്കും. എന്നിട്ട് സ്മാൾ ഇൻഡസ്ട്രീൻ്റെ അപ്പർ പാർട്ട്, മുകളിലുള്ള പോർഷൻ ഒരു 200 centimeters ബൈപ്പാസ് ചെയ്യും. നമുക്കൊരു 6 meter 6.5 meter ഉണ്ട്, സാഹിബിന് 8 meter ഉണ്ട്. അപ്പോൾ നമുക്ക് വി ക്യാൻ അഫോർഡ് ടു ബൈപ്പാസ് ഒരു 200 centimeters, 2 meters എന്നാലേ ബെനിഫിറ്റ് കിട്ടും. അങ്ങനെ അങ്ങനെയാണ് ഡയബറ്റീസ് മാറുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ഈ ലിവറിൻ്റെ ബൈലം പാങ്ക്രിയാറ്റിസിൻ്റെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസിനെയൊക്കെ ബൈപ്പാസ് ചെയ്തിട്ട് ഈ ഫുഡ് അത് ഡയറക്റ്റായിട്ട് ഇത് മിക്സ് ചെയ്യാതെ ഇങ്ങ് താഴെ സ്മാൾ ബവലിൻ്റെ താഴെ അറ്റത്ത് എത്തും. ആ പോർഷൻ നമ്മൾ ഐലിയം എന്നാണ് പറയുന്നത്, ഇല്ലിയമെന്നോ ഐലിയമെന്നോ പറയാം. അതിൻ്റെ ഒരു എൻഡിലുള്ള ഒരു ഫീറ്റ് എന്ന് വെച്ചാൽ 30 centimeters ആണ് ഒരു ഫീറ്റ്. ആ 30 centimeters ഇൻക്രെറ്റിൻ, ഇൻഡസ്ട്രിയൽ ഹോർമോണാണ്. അതിന് GLP-1 എന്ന് പറയും, ഗ്ലൂക്കോഗോൺ ലൈക്ക് പ്രോട്ടീൻ. ഇതിൻ ടേൺ വിൽ സ്റ്റിമുലേറ്റ് ദി ബീറ്റാ സെൽസ് ഓഫ് ദി പാൻക്രിയാസ് വിച്ച് സെക്രീറ്റ്സ് ഇൻസുലിൻ ബൈ 3-fold ആൻഡ് സസ്റ്റെയിൻ ദി ആക്ഷൻ. അങ്ങനെയാണ് ഡയബറ്റീസ് പോകുന്നത്. നെക്സ്റ്റ് ഡേ തൊട്ട് കൊടുക്കേണ്ടി വരത്തില്ല. ആൻഡ് സ്ലീപ്പ് ആപ്പിന് ഞാൻ നെക്സ്റ്റ് ഡേ തൊട്ട് CPAP ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. നെക്സ്റ്റ് ഡേ വെച്ച് കൊണ്ട് നടക്കുന്നില്ല. എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനും ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. നെക്സ്റ്റ് ഡേ എങ്ങനെ പോസിബിളാണ്? ഇന്നലെ ഒരു ഭയങ്കര സ്ലീപ്പ് ആപ്പ്, കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരാൾ, ഇരുന്ന് പോലും ഉറങ്ങാൻ പറ്റാത്ത ആൾ, ഇത് കഴിഞ്ഞപ്പോൾ എങ്ങനെ? കാരണം ഈ ട്രക്കിൽ ട്യൂബ് ഇടുമ്പോൾ there is a dilatation of the trachea. അത് മാത്രമേ ഉള്ള എക്സ്പ്ലനേഷൻ. Then he start taking breathing exercises. ഫിസിയോതെറാപ്പിസ്റ്റ് വരും, ബ്രീത്തിങ് എക്സസൈസ് കൊടുക്കും, മൂവിങ് എക്സസൈസ് കൊടുക്കും. ഇതെല്ലാം ചെയ്യും ഫ്രം ദി നെക്സ്റ്റ് ഡേ. ഈ പേഷ്യൻറ്റ് നെക്സ്റ്റ് ഡേ തന്നെ ഫ്രൂട്ട്സ് കഴിച്ച് തുടങ്ങാമെന്നുള്ളതാണ് വേറൊരു ബ്യൂട്ടി. 3rd day മാക്സിമം 2 ദിവസം കഴിഞ്ഞ് വീട്ടിലയക്കുന്നവരും ഉണ്ട് ഇത് കഴിഞ്ഞിട്ട്, ലാപ്രോസ്കോപ്പിയിലായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഓപ്പൺ സർജറിയിൽ ഈ ഇങ്ങനെ ഒരു റിക്കവറി ഇല്ല. ദേ മേ നോട്ട് സർവൈവ് ഇൻ ഓപ്പൺ സർജറി വിത്ത് സച്ച് ഹെവി പീപ്പിൾ ഒബീസ്. അതാണ് മനസ്സിലാക്കേണ്ടത്.
You have been mentioning sleep apnea quite a number of times. ഇപ്പം നമുക്ക് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഒരു ലേമൻ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി സ്നോറിങ്. പക്ഷേ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത് ഇറ്റ് റൺസ് എ ലിറ്റിൽ ഡീപ്പർ ദാൻ ദാറ്റ്, റൈറ്റ്? സർ, ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ വാട്ട് എക്സാക്ട്ലി ഈസ് സ്ലീപ്പ് ആപ്നിയ ആൻഡ് അതിൻ്റെ എഫക്ട്സ് എന്താണ്? സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം. ആദ്യം തുടങ്ങുന്നത് സ്നോറിങ് ആയിട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ. എന്താ സ്നോറിങ്ങിന് മലയാളത്തിൽ പറയുന്നത്? കൂർക്കമ്മില്ലി എന്ന് പറയും. തുടക്കത്തിൽ വെയിറ്റ് ഇങ്ങനെ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു സൈനാണ്, എയർലി സൈനാണ്. സ്നോറിങ് ഈസ് ആൻ എയർലി സൈൻ ഓഫ് ഒബീസിറ്റി. അത് ഒരു മോർബിഡ് ഒബീസിറ്റി എന്ന് പറയുന്ന ഒരു 40 BMI ഒക്കെ കഴിയുമ്പോഴാണ് ചെറുതായിട്ട് സ്ലീപ്പ് അപ്നിയ വരുന്നത്. സ്ലീപ്പ് അപ്നിയ വരുമ്പോൾ എന്താ, ദർ ഈസ് പിന്നെ ഓക്സിജൻ ഇൻ ദി ബോഡി ഈസ് ലോ, അല്ലേ? നമ്മൾ കംപ്ലീറ്റ് ലങ്സ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓക്സിജൻ സാച്ചുറേഷൻ ഈസ് ലോ. അവരിലെടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാം. അതുകൊണ്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് പൾമണറി ഫങ്ഷൻ, ഇയാളുടെ എങ്ങനെയാണ് പൾമണറി ഫങ്ഷൻ ഇരിക്കുന്നത് അതൊക്കെ നോക്കിയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതെല്ലാം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഡോക്ടർ, വൺ എക്സാമ്പിൾ ദാറ്റ് ഐ വോണ്ട് ടു നോ ഇസ് ഡോക്ടർ കണ്ടിരിക്കുന്ന ഈ ചെയ്തിരിക്കുന്ന സർജറീസിന് ലൈഫ് എങ്ങനെയൊക്കെ ആൾക്കാരുടെ ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. വെദർ ഇറ്റ് ഈസ് ജെൻഡർ സ്പെസിഫിക് ആയിട്ടും പറയാം, അല്ലാതെ കേസ് ടു കേസ് പറയാം. സാർ കണ്ടിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻസ് എന്താണ്? ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രെഡിബിൾ ആണ്, ഒരാൾക്ക് വിശ്വസിക്കാനൊക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ദേ അപ്പിയർ ബ്യൂട്ടിഫുൾ. തിരിച്ചറിയാനൊക്കത്തില്ല. അത് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ദാറ്റ് വിൽ ഗിവ് ദം ലോട്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. കോൺഫിഡൻസ്. ഡയബറ്റീസ് ഈസ് ഗോൺ. BP ഈസ് റെഡ്യൂസ്ഡ്. പണ്ട് കഴിച്ചതിൻ്റെ പകുതി മെഡിസിൻ കഴിച്ചാൽ മതി. ചിലർക്കൊരു 30% BP പോകും. എയർലി ആണെങ്കിൽ 5 വർഷത്തിനുള്ള BP ആണെങ്കിൽ BP പോകും. ആൻഡ് അവരുടെ ഇൻഫെർട്ടിലിറ്റി പോയി. കുഞ്ഞ് ജനിച്ചു, കൺസീവ് ചെയ്തു. അവിടെ സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞ് വെച്ചിരുന്ന ഫോർ വേരിയസ് റീസൺസ് അത് മാറുന്നു. നീ ജോയിൻറ്റ് പെയിൻ പോയി. ഇപ്പം നമ്മൾ ഒരുപാട് നീ ചെയ്യുന്നുണ്ട് കേരളത്തിൽ. പലരും ഒബീസാണ്. പക്ഷേ അത് നോക്കാതെ അവർക്ക് ഏർലി സ്റ്റേജിലാണെങ്കിൽ ഒബീസിറ്റി സർജറി ചെയ്താൽ മതി. ഒരു 5 ലക്ഷം രൂപ ചിലവാക്കി ഒരു 2 നീ മാറ്റി വെക്കേണ്ട കാര്യം വരുന്നില്ല. ഇതൊരു ഫാക്റ്റാണ്. ഇറ്റ് ഈസ് എൻ ഓവറോൾ ചേഞ്ച്. ആ ലൈഫ് തന്നെ മാറുകയാണ്. കംപ്ലീറ്റ് ചേഞ്ച് ആണ്. കംപ്ലീറ്റ്. എൻ്റെ കൂടെ വന്ന ഒരാൾ തന്നെ പറഞ്ഞില്ലേ അവരുടെ എക്സ്പീരിയൻസ്. ഡോക്ടർ, വെൻ വി ടോക്ക് അബൌട്ട് ദ പ്രിവെൻറ്റീവ് പാർട്ട് ഓഫ് ഒബീസിറ്റി, നമ്മൾ അതിൻ്റെ ഏർലി, സർ പറഞ്ഞല്ലോ, അതിൻ്റെ ഏർലി സ്റ്റേജസ് ഉണ്ട്. ഏർലി സ്റ്റേജ് ബിഫോർ ഓവർ വെയ്റ്റ് എന്ന് പറയുന്ന പറഞ്ഞല്ലോ 25 to 30, അവിടെ വെച്ച് നമ്മൾ ഇത് പിടിക്കണം ശരിക്കും. You must realize that I am overweight. You have to start your exercise. What's the best exercise? Running, jogging, swimming, cycling. Walking പതിയെ നടന്നിട്ട് വിയർക്കൊന്നുമില്ല. You have to sweat for an hour. ദാറ്റ് ഈസ് ഒബേസിറ്റി വരുന്ന ആൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ 1 മണിക്കൂർ 45 മിനിറ്റ് സ്വെറ്റ് ചെയ്യണം. സ്വെറ്റ് ചെയ്യണേ എന്ത് വേണം? ഈ ഫാറ്റിൽ തന്നെ ഒരു 2 തരം ഹോർമോണുണ്ട്. വൈറ്റ് ഫാറ്റ് എന്നും ബ്രൗൺ ഫാറ്റ് എന്നും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഞാനെന്ന് പറഞ്ഞുതരാം. ബ്രൗൺ ഫാറ്റ് ഉള്ളത് ഈ ഷോൾഡർ റീജിയനിലും നെക്കിലും ചെസ്റ്റിലും അകത്താണ് ബ്രൗൺ ഫാറ്റ്. ബ്രൗൺ ഫാറ്റ് നമുക്ക് ചൂടുണ്ടാക്കാൻ എനർജി സ്പെൻഡ് ചെയ്യും. വൈറ്റ് ഫാറ്റ് എനർജി കൺസേർവ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ജോലി. ഈ സ്പെൻഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ടെമ്പറേച്ചർ 19 ഡിഗ്രിക്ക് താഴെ ആകുമ്പോഴേക്കും ഈ ബ്രൗൺ ഫാറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഹീറ്റായിട്ട് മാറും, ചൂട് കൊടുക്കാൻ. അതാണ് ബ്രൗൺ ഫാറ്റിൻ്റെ ബ്യൂട്ടി. ഇറ്റ്സ് ഓൾ സെറ്റ് സോ പ്രിസൈസ്ലി ബൈ ദ നേച്ചർ, അല്ലേ? ഇൻക്രെഡിബിൾ ആണ് നമുക്ക്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞാൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു 35 വർഷമായിട്ട് ലൈറ്റായിട്ട് മ്യൂസിക് വെച്ചേക്കും. അതെല്ലാം മെലഡീസാണ്. അത് കേൾക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞ് വിചാരിക്കട്ടെ, ഇയാൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പാട്ട് കേട്ടാൽ എങ്ങനെയാണ്? അതിന് എൻ്റെ ആൻസർ ഇതുപോലെ. ഞാൻ ഈ ലാപ്രോസ്കോപ്പിയിലാണല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഹാൻഡ് ഇവിടെ നിൽക്കും, എൻ്റെ മോണിറ്റർ അവിടെ ഇരിക്കും, പേഷ്യൻ്റ് ഇവിടെ കിടക്കും, 4 ചെറിയ ഹോളിലൂടെ. എങ്ങനെയാണെന്ന് വെച്ചാൽ ടെലസ്കോപ്പ് അകത്ത് പോകും. Telescope is connected to a camera. Camera is connected to a processor and then to the monitor. Monitor ഒരു 1.5 മീറ്റർ അകലെയായിട്ടിരിക്കും. ഇവിടെ നിന്നിട്ട് അതിൽ നോക്കിയിട്ടാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇമാജിൻ ചെയ്ത് ഇത് വരുന്നതിന് മുമ്പ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണോ? 1987 മുമ്പ് ഫിലിപ്പിയർ ഇത് കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മുടെ ഓയിൽ ഡ്രീമിൽ പോലും ഉണ്ടായിരുന്ന ഒരു സംഗതിയല്ല ലാപ്രോസ്കോപ്പിക് സർജറി. വന്നപ്പോഴാണ് ഈ അത്ഭുതം അറിയുന്നത്.
ഈ 20th സെഞ്ച്വറിയുടെ ഒടുവിൽ വന്ന ഏറ്റവും വലിയ റെവല്യൂഷനാണ് ലാപ്രോസ്കോപ്പിക് ലാപ്രോസ്കോപ്പിക് സർജറി. ഇപ്പോൾ ഡോക്ടർ, എനിക്ക് വെയിറ്റ് ഇസ് അബൌട്ട് 76-77 കിലോസ്. മൈ ഹൈറ്റ് വുഡ് ബി അബൌട്ട് 165 എന്ന് കൂട്ടിക്കോളൂ. യെസ്. അപ്പം ഞാൻ ഒബീസ് ആണോ? 12 കിലോ എക്സസ് ആയി. 55 അല്ലേ? ഒരു 20% എക്സസ് ആണ്. 10% ഇത്ര 65ന്റെ 6.5 പ്ലസ് 6.5 എത്ര വരും? 13 കിലോ വരും. അപ്പൊ 20% എക്സസ് അല്ലേ? അതായത് ഞാൻ എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കേണ്ട സമയമായി. അത് നല്ലതായിരിക്കും. സോ ഡോക്ടർ, വെൻ വി ടോക്ക് അബൌട്ട് ഫുഡ്, വൺ ഇസ് എക്സസൈസ് ഓഫ് കോഴ്സ്. നമ്മൾ ഫുഡ്, ഇതിനകത്ത് നമ്മുടെ കേരളത്തിലെ ഫുഡ് ഹാബിറ്റ്സിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ്? പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പ്രോസസ്ഡ് ഫുഡാണ് കഴിക്കുന്നത്. ഹൈ കാലറി ഡയറ്റാണ് കഴിക്കുന്നത്. കാർസിനോജൻസ് ആണത് പലതും. ആൻഡ് ഇപ്പോൾ ചിക്കൻ പെറോട്ട, ബീഫ് പെറോട്ട, മട്ടൺ പെറോട്ട, അങ്ങനെയുള്ള പ്രോസസ്ഡ് ഫുഡെല്ലാം കാർസിനോജൻസ് ആണ്. ക്യാൻസർ ഉണ്ടാക്കാനായിട്ട് മ്യൂട്ടേഷൻ വരുത്താവുന്ന ജനറ്റിക് മ്യൂട്ടേഷൻസ് വരാവുന്നതാണ്, എപ്പിജനറ്റിക്സ് എന്ന് പറയും, ഉണ്ടാക്കാവുന്നതാണ് ഇതെല്ലാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ എക്സസ് ആയിട്ടുള്ള ഫാറ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വയറ്റിനകത്ത് വിസറൽ ഫാറ്റ് ചെയ്യുന്നത്, അതൊരു ഹോർമോൺ സൈറ്റോകൈൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫ്ലമേറ്ററി ഹോർമോൺ ഉണ്ടാക്കുന്നത്. ക്രോണിക് ഇൻഫ്ലമേഷനായിട്ട് മാറി അതൊരു കോസ് ഓഫ് പിന്നെ ഇതാണ്, ഒരു കോസ് ഓഫ് ക്യാൻസറാണ്. അതുപോലെയാണ് ഈ ഫുഡെല്ലാം. അത് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യല്ലേ? അല്ലെ, ഫാറ്റി ഫുഡല്ലേ നിങ്ങൾ കഴിക്കുന്നത്? യു ആർ സപ്പോസ് ടു ഹാവ് വാട്ട്? ഹൗ മച്ച് വാട്ടർ യു നീഡ് എ ഡേ? Let us imagine you are 70 kilos. How much water you can have? You must have 3 liters. 3 bottles, full bottles of water. 3 liters വെള്ളം വേണം 70 kilograms ഉള്ള. അതിൻ്റെ പകുതി കഴിക്കുന്നില്ല ആൾക്കാർ. അത് അല്ല, we are supposed to pass ഒരു 1.5 liters urine a day. സ്വെറ്റ് ചെയ്യുന്ന ഒരു 600 ml വരും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അപ്പോൾ ഈക്വലായിട്ടാണ് നമ്മൾ കഴിക്കുന്ന അത്രയും തന്നെ ഏതാണ്ട് തിരിച്ചും പോകണം. അപ്പോൾ ആരും വെള്ളം കുടിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവയർനെസ് ഇല്ല ആൾക്കാരുടെ ഇടയ്ക്ക്. ഉറങ്ങാതിരിക്കുന്ന സമയത്തല്ലേ വെള്ളം കുടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് അബൌട്ട് 14 hours or so. ഈ 14 hoursനുള്ളിൽ നിങ്ങൾക്ക് യു ഹാവ് ടു ഫിനിഷ് 3 liters. അതിന് വെറും വെള്ളമാകുമ്പോൾ യു വിൽ ഫീൽ ഇറ്റ് ഈസ് ഒരു നാട്ട് വെരി പ്ലസൻറ്റ്. മോര് വെള്ളം, ബട്ടർ മിൽക്ക് ഉണ്ടാക്കി വെക്കുക. ദാറ്റ് വിൽ പ്രിവെൻറ്റ് ക്യാൻസർ. That will give good bacteria for the intestine. Gut bacteria has got a major role in obesity and preventing cancer. Diet 50% must be what? Vegetables and fruits. 10% fruits if you are not a diabetic. ഇലക്കറി, മലക്കറി, അവിയൽ, തോരന്, സാലഡ്സ് എല്ലാ ദിവസവും കുക്കമ്പറും അണിയനും ടൊമാറ്റോയും ക്യാരറ്റും വെച്ചിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ആണ് all of them. ഇപ്പോൾ kiwi fruit, best fruit, prevent cancer. And avocado, prevent cancer. Lime a day, not the apple a day, that prevents cancer. And these are all strong antioxidants. So talking about nutrition തന്നെ, ഇപ്പം നമ്മൾ പലവരും ജിമ്മിൽ പോകുന്ന ആൾക്കാരായതുകൊണ്ടും നമുക്ക് ആ ഒരു കോൺവെർസേഷൻ അധികം ഉണ്ടാവുന്നുണ്ട്. ഡോക്ടർ, പ്ലീസ് ഹെൽപ്പ് മീ ഔട്ട്. വി ടെൻഡ് ടു ഫോക്കസ് മോർ ഓൺ പ്രോട്ടീൻസ് ലൈക്ക് എഗ്സ് ഓർ ചിക്കൻ. ഞാൻ ഡയറ്റിനെ പറ്റി പറഞ്ഞു വരികയായിരുന്നു, അതിലേക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഐ സെഡ് 50%, 10% ഫ്രൂട്ട്സ് ആൻഡ് 40% വെജിറ്റബിൾസ്. അതിൽ നാരുള്ള വെജിറ്റബിൾസ് വേണം. നാരുള്ള വെജിറ്റബിൾസ് ക്യാൻസറും പ്രിവെൻറ്റ് ചെയ്യും, കൊളസ്ട്രോളിൻ്റെ അബ്സോർപ്ഷനും കുറയ്ക്കും ഇൻഡസ്ട്രിയിൽ. 2 ഗുണങ്ങളുണ്ട് നാരുള്ള വെജിറ്റബിൾസ്. ഫൈബർ ഉള്ളത്, അത് ഡിസോൾവ് ചെയ്യുന്ന ഫൈബറുണ്ട്, അല്ലാത്തതുണ്ട്. അപ്പോൾ നാരുള്ള വെജിറ്റബിൾസ് അങ്ങനെ നമ്മുടെ പലതും ഉണ്ടല്ലോ. മുരിങ്ങക്ക തൊട്ട് കീര തൊട്ട് cauliflower തൊട്ട് ബ്രോക്കോളി ഈസ് എ വെരി ഗുഡ് ആൻറ്റി ഓക്സിഡൻറ്റ്. യു മസ്റ്റ് ടേക്ക് 20 to 25% പ്രോട്ടീൻ. ബാക്കി എത്രയുണ്ട്? 25%, 50, 75 ആയില്ലേ? ബാക്കി 25. I would say divide that into equal. And ഒന്ന് കാർബോഹൈഡ്രേറ്റ്സ്, ഷുഗർ ഉണ്ടാക്കുന്ന സംഗതികൾ പകുതി, എൻ്റെ പകുതി 12.5%. ആൻഡ് ഫാറ്റ് ഒരു 10% ആക്കുക. ഫാറ്റ് ഇല്ല. എന്തുകൊണ്ടാണ് ഫാറ്റ് 10% ആക്കാൻ പറഞ്ഞത്? 1 gram ഫാറ്റിൽ 9 കാലറിയാണ്, 1 gram പ്രോട്ടീനിൽ 4 കാലറിയാണ്, 1 gram കാർബോഹൈഡ്രേറ്റിൽ 4 കാലറിയാണ്, ഷുഗറിൽ 4 കാലറിയേ ഉള്ളൂ. അപ്പോൾ ഫാറ്റിൽ ഇരട്ടി കൂടുതലുണ്ട്.
Fat is one of the, excessive fat is one of the cause for cancer. ഓക്കെ Sugar is one of the cause for cancer. ക്യാൻസർ സെൽസിന് വേണ്ടത് ഫാറ്റും ഷുഗറുമാണ് ആദ്യം വേണ്ടത്. സോ വെൻ യു ടോക്ക് അബൌട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഇടിയപ്പം അല്ലെങ്കിൽ പുട്ടുകടല അല്ലെങ്കിൽ ദോശ സാമ്പാർ. പുട്ടുകടല ഇത് കൊണ്ടുവരുന്ന പുട്ടിൻ്റെ വെക്കുന്നതിൻ്റെ 4 കഴിക്കുക, കടല ഒരു ബൗൾ കഴിക്കുക. ദെൻ ഫൈൻ, യു ഡിസ്കാർഡ് ഇറ്റ്. Throwing is better than having it and having a problem. അല്ലേ? സോ ബേസിക്കലി നമ്മുടെ പഴയ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് നമുക്ക് കുറേ കാർബോഹൈഡ്രേറ്റ്സ് വേണമായിരുന്നു. പാടത്ത് വർക്ക് ചെയ്യുന്നത്, മൂവ്മെന്റ് കൂടുതലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയതോടെ ഇറ്റ്സ് ബിക്കം മോർ സെഡൻറ്ററി. വി ഡോണ്ട് നീഡ് ദാറ്റ് കൈൻഡ് ഓഫ് കാർബ്സ്. Absolutely. അപ്പൊ നമ്മൾ പഴയ കാർബ്സിന്റെ രീതിയിൽ തന്നെയാണ് ഇന്നും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. യൂസ് ടു അതെങ്ങനെ രജിസ്റ്റർ ചെയ്തു ബ്രെയിനിൽ കിടക്കുകയാണ്. ഒരു പ്ലേറ്റ് നിറച്ച് ചോറ് വേണം. ഒരു തോരനെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ റൈസ് എടുക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, സെൻട്രൽ പോർഷനിൽ റൈസ് ഇടരുത്, ഒരു കുമ്പാരം റൈസ് ഇടും. പണ്ട് കാലത്ത് പാടത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ഈ റൈസാണ് കാലറി കൊടുക്കാൻ. അത്ര കഴിച്ചാലേ അവർക്ക് ആവശ്യമുള്ള എനർജി കിട്ടൂ, കാലറി കിട്ടുള്ളൂ. ആൻഡ് കപ്പ, ആൻഡ് പിന്നെ പ്രോട്ടീൻ ഉണ്ടായിരുന്നു, ഫിഷ് ഉണ്ടായിരുന്നു അവർക്ക്. അതുകൊണ്ട് അവർ സർവൈവ് ചെയ്തു. പക്ഷെ ഇന്ന് നമുക്ക് അത്രയും കാലറീസിന്റെ ആവശ്യമില്ല. എവിടെ ഹോട്ടലിൽ ചെന്ന്, 5-star ഹോട്ടലിൽ ചെന്ന്, യു കനോട്ട് സെലക്ട് എ ഹെൽത്തി മീൽ ഓർ ഹെൽത്തി സാലഡ്. എവറിത്തിങ് ഈസ് പിന്നെ എന്താ rich in oil and creams and what not. Actually എല്ലാം processed ഫുഡാണ്. It's dangerous processed food. What do you think is the most dangerous? ഫാസ്റ്റ് ഫുഡ് ഈ കുട്ടികൾക്കും വേണ്ടി, എവിടെയുള്ളവർക്കും വേണ്ടി ഞാൻ പറയുന്നത് കേട്ടോ. പ്രോസസ്ഡ് ഫുഡ് ഇന്നും മുതൽ നിർത്തിക്കൊള്ളണം. പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കുന്ന ആൾക്കാരോടാണ് ഡോക്ടർ പറയുന്നത്, ഇന്ന് തൊട്ട് നിർത്തണം. ഇതുപോലുള്ള ലീൻ ഡയറ്റ് കഴിക്കണം എന്ന് പറഞ്ഞാൽ കാലറി കൺട്രോൾ. എൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് കേട്ടോ, ഹെൽത്ത് ഫുഡ് കഫേ എന്ന് പറഞ്ഞിട്ട്. ഹെൽത്ത് ഫുഡ് കഫേ എന്ന് പറഞ്ഞാൽ HFC ഇൻസ്റ്റെഡ് ഓഫ് KFC, കാലറി കൺട്രോൾ ഡയറ്റ്. You can have non-veg as well as veg in 2 packets, different packet. 250 calorie diet, 500 calorie diet. അപ്പോൾ 1000 കാലറി വേണമെങ്കിൽ 2 വാങ്ങിച്ചാൽ മതിയല്ലോ. അല്ല, ഒരു ദിവസത്തേക്ക് അത് 25 കാലറി, 250 കാലറി വെച്ച് 3 മീൽ 750 കാലറി. സാറിന്റെ ഒരു ബിസിനസ് ഐഡിയ ആണോ? ബിസിനസ് ഐഡിയ. ബിസിനസ് ഐഡിയ അല്ല, I am selling this idea to people, whoever starts, but it is on the way, but കൊച്ചിയിലുണ്ടെന്ന് പറഞ്ഞ കാലറി കൺട്രോൾ എന്ന് പറഞ്ഞ ആരും പറഞ്ഞിട്ടില്ല. ഇത് കാലറി ആയിരിക്കണം അതിൽ മെഷർ ചെയ്യുന്നത്, അല്ലാതെ 6 pieces of fried chicken എന്നല്ല. Okay, doctor, now coming to the fact that you are a Padma Shri awardee and you have had so many years of experience. ഇന്ന് ഇപ്പോൾ ഡോക്ടർ കാണുന്ന ഒരു പുതിയ തലമുറയുണ്ടല്ലോ, ന്യൂ ക്രോപ്പ് ഓഫ് സർജൻസ്, ന്യൂ ക്രോപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ് who are coming into this particular area of domain of expertise. ഇപ്പോൾ സാറിൻ്റെ എന്ന് പറയുന്നത് is laparoscopic surgery. What are the observations you have as a man who has been in this field for so many years? സർജറിയുടെ കാര്യം ഞാൻ പറയാം. സർജറി MS എന്നാണ് പറയുന്നത്, മാസ്റ്റർ ഓഫ് സർജറി എന്നാണല്ലോ. ഞാനിതുവരെ 55 years ഓപ്പറേറ്റ് ചെയ്തു. ഐ ഡോണ്ട് തിങ്ക് ഐ ആം എ മാസ്റ്റർ. And there is only one master, probably. Why do you say that? The Almighty. Yeah, up there. അപ്പോൾ അതുകൊണ്ട് ആ MS തന്നെ ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ in the first place. When they give a fascias, I have a fascias as well. It is not the qualification makes you different. It is not the qualification makes you a surgeon. Surgeon is born. Surgery is an art and science blend together. Like music, art and science. ആർട്ടിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന മ്യൂസിക്കും മെഡിസിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന സർജറിയാണ്. ഇവിടെ മാത്രമേ ആർട്ടും സയൻസും ബ്ലെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്ന. എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മ്യൂസിക് കേൾക്കുന്നത്. That will fine tune my fingers. ഞാൻ കുറച്ചുകൂടെ പ്രസിഷനിലേക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേൾക്കുമ്പോൾ. That goes into നല്ലൊരു മെലോഡി സോങ് കേൾക്കുമ്പോൾ that goes into your heart, soul. അത് see, a surgeon must be emotional. And surgeon must be sensitive. And surgeon must be honest, 100%, if possible, at all, ever for a human being. And ethics,
honesty, commitment, time. You spend your time. I would have spent probably 70% of my time in the hospital. Of that, 70% in the operation theatre. That is my lifetime. ഇന്നത്തെ സർജൻസിനെ കുറിച്ച് ചോദിച്ചല്ലോ, അത് വിട്ടുപോയി. ഇന്നത്തെ സർജൻസ് മോഡേൺ ടുഡേയ്സ് സർജറി എന്ന് ഞാൻ പറഞ്ഞല്ലോ, ലാപ്രോസ്കോപ്പിക് സർജറി. ലാപ്രോസ്കോപ്പിക് സർജറി ഈസ് ദി പ്രസൻറ്റ് ഡേ സർജറി, 21st സെഞ്ച്വറിയുടെ സർജറി. ഇപ്പോഴും 20th സെഞ്ച്വറിയുടെ സർജറി ചെയ്യുന്നവരാണ് അധികവും. കുറച്ച് ചെയ്യേണ്ടി വരും, അത് ഓപ്പൺ സർജറി ചെയ്യേണ്ടി വരും, ട്രഡീഷണൽ സർജറി ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു 90% ലാപ്രോസ്കോപ്പി ചെയ്യേണ്ട കാലത്താണ്. ഇത് ഫാസ്റ്റ് റിക്കവറി, ഏർലി ഫീഡിങ്, ഫുഡ് കഴിക്കാം, വീട്ടിൽ പോകാം, ജോലിക്ക് ജോയിൻ ചെയ്യാം, നോ പെയിൻ, പ്രാക്ടിക്കലി നോ പെയിൻ, വളരെ സ്മാൾ വുണ്ട്. ദേ പിറ്റേ ദിവസം ഓപ്പറേറ്റ് ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ പേഷ്യൻ്റ് ആരാ ബൈസ്റ്റാൻഡർ ആരാന്ന് മാറിപ്പോവും. രണ്ടുപേരെ എഴുന്നേറ്റ് നിൽക്കുകയായിരിക്കും ലാപ്രോസ്കോപ്പി കഴിഞ്ഞ പേഷ്യൻസ്. ഇത് 90% കേസസിലും ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു ബാരിയാട്രിക് സർജറി ചെയ്തിട്ടുള്ള പേഷ്യൻ്റെ കാര്യം ഇതാണ് എങ്ങാണെങ്കിൽ ആ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലേക്ക് അവർ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരണം. മോഡേൺ ദി ലേറ്റസ്റ്റ് സർജറി ഈസ് ഗോയിങ് ടു ബി റോബോട്ട് കൺട്രോൾഡ് ലാപ്രോസ്കോപ്പിക് സർജറി. അത് റോബോട്ടിനെ ഒരു റോബോട്ട് അസിസ്റ്റൻ്റ് എന്ന് വേണം പറയാൻ. സർജറി ഈസ് ഇൻ ദി കൺസോൾ ടു കൺട്രോൾ ദ റോബോട്ട്. ഈ മേക്സ് യൂസ് ദി റോബോട്ട് ഫോർ അക്വയറിങ് മോർ പ്രിസിഷൻ. അതിന് വേണ്ടിയാണ്. അതുപോലെ ഇപ്പോൾ എനിക്ക് ട്രെമർ ഉണ്ടെങ്കിൽ ട്രെമർ റെഡ്യൂസ് ചെയ്യും. എനിക്ക് ട്രെമർ ഇല്ല, പക്ഷെ ഉണ്ടെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യും റോബോട്ട്. അതൊക്കെയാണ് അഡ്വാൻറ്റേജ്. റോബോട്ടിൻ്റെ കാലം ഇനി കിടക്കുന്നതേ ഉള്ളൂ, ടെലി സർജറിയുടെ കാലം കിടക്കുന്നതേ ഉള്ളൂ. അമേരിക്കയിൽ ഇരുന്നിട്ട് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഒരു സർജന്. അങ്ങനെയുള്ള കാലത്തിലേക്കാണ് പറയുന്നത്. ബിയോണ്ട് ദാറ്റ് ആക്ച്വലി നാനോ സർജറിയൊക്കെ വരും. അകത്ത് പോയിട്ട് സർജറി ചെയ്ത് തിരിച്ചു വരും. ഇപ്പോൾ ഒരു ബ്ലഡ് വെസലിലുള്ള ക്ലോട്ടും കാര്യങ്ങളും പ്ലേക്സും എല്ലാം റിമൂവ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഒരു കാലം വരും. ഇറ്റ് വോണ്ട് ബി വെരി ഫാർ. നമ്മൾ ഇന്ന് സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ അറിയുന്നത്. ദിസ് സർജറി ഹാസ് കം. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനതുകൊണ്ട് പറയും പലപ്പോഴും, പോയറ്റ്സ് ആർ ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് പീപ്പിൾ ഓൺ എർത്ത്. അവരുടെ ഇമാജിനേഷൻ, സങ്കല്പങ്ങളാണ് സയൻറ്റിസ്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു പക്ഷേ, സയൻസായിട്ട് മാറുന്ന ഒരു പക്ഷേ എന്ന് വിചാരിക്കുന്നയാളാണ്. Yes, talking about your experience which you never could forget. That is Yes. അത് ഓപ്പൺ സർജറിയുടെ കാലത്തും ഉണ്ടായിരുന്നു. 80s ഒരു സംഗതി ഉണ്ടായിരുന്നു. അതായത് ഇപ്പം പേര് പറയാം, ഈസ്നോമോ PSC ഒരു മെമ്പറുടെ PSC മെമ്പർ എനിക്കറിയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, പ്രഭാകരൻ എന്നാ പേര്. ആ സമയത്ത് ഞാൻ ഇവിടെ ഇല്ല, ഐ വാസ് അവേ ഫോർ സം ടൈം. ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ 86 ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പുള്ളിക്ക് 50 വയസ്സായപ്പോൾ ഒരു റെക്ടൽ ക്യാൻസർ വന്നു. ഒരു റെക്ടൽ ക്യാൻസർ റെക്ടൽ ട്യൂമറാണ്. ക്യാൻസറിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്ക് ക്യാൻസർ ഫ്രൈറ്റനിങ് ആണ്. അതിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഗ്രോത്ത് എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ പേഷ്യൻ്റ് ഒരാൾ പേടിക്കില്ല. മറ്റേ ക്യാൻസർ മസ്റ്റ് ബി റിമൂവ് ഫ്രം ദി ടെക്സ്റ്റ് ബുക്ക് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇദ്ദേഹത്തിന് 2 വർഷം കഴിഞ്ഞപ്പോൾ കൊളാസ്റ്റമി ചെയ്ത സ്ഥലത്ത്, പണ്ട് കാലത്ത് അബ്ഡോമിനോ പെരിണിയൽ റിസെക്ഷൻ എന്ന് പറയും, ഏനൽ കനാൽ അങ്ങ് അടയ്ക്കും. ഏനൽ കനാലിൻ്റെ ഭാഗത്തുള്ള റെക്റ്റവും ഏനൽ കനാലും ഒക്കെ അങ്ങ് റിമൂവ് ചെയ്യും. എന്നിട്ട് ഈ സിഗ്മോയിഡ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു കൊളാസ്റ്റമി വെക്കുന്നത്. ദാറ്റ് ഈസ് ഒരു നാച്ചുറലായിട്ടുള്ള കൊളാസ്റ്റമിയാണ് നമ്മുടെ ഏനൽ കനാൽ അദ്ദേഹം വെച്ചിരിക്കുന്നത്. നാച്ചുറൽ ബിറ്റ്വീൻ ദി ബട്ടക്സ് എന്ന് പറയുന്ന പോലെ. അതുപോലെ തന്നെ ഒരു കൊളാസ്റ്റമി നമ്മളിവിടെ ഉണ്ടാക്കണം. കുറച്ച് കഴിയുമ്പോൾ അതിന് സ്പിങ്ക്ടറൊക്കെ വന്നോളൂ. ആ മസിൽ തന്നെ സ്പിങ്ക്ടറായിട്ട് ആക്ട് ചെയ്യും. ആദ്യമേ ഒരു പ്രയാസം ഉണ്ടാവും, പിന്നെ ഒരു ബാഗ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ആരും ഭയക്കേണ്ട ഒരു ഓപ്പറേഷൻ അല്ലത് ശരിക്കും. അന്ന് കാലത്ത് അതേ ഉള്ളൂ. കണക്ട് ചെയ്യാനുള്ള ടെക്നോളജി ഇല്ല. അന്ന് ഈ സർക്കുലർ സ്റ്റേപ്ലേഴ്സ് ഒന്നും ഇല്ലാത്ത കാലത്ത്, പണ്ടത്തെ കാര്യം പറയണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കൊളാസ്റ്റമിയിൽ ഒരു റെക്കറൻസ് വന്നു. ഒരു പക്ഷേ ആ റെക്കറൻസ് വരാൻ കാര്യം പ്രോക്സിമലായിട്ട് മുകളിലേക്കുള്ള റിസെക്റ്റ് ചെയ്ത സെഗ്മെൻറ്റ് ഒരു ക്ലിയറൻസ് കിട്ടിക്കാണത്തില്ല, അതായിരിക്കും കാര്യം. അപ്പോൾ ഈ റെക്കറൻസ് ഒരു കോളിഫ്ലവർ പോലെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഷ്യൻ്റ് വന്നു.
ഈ ഓപ്പറേറ്റീവ് സർജൻ്റെ അടുത്ത് പോയി. അദ്ദേഹം റെഫ്യൂസ് ചെയ്തു. കാരണം റെക്കറൻസ് ആണ്, ഇനി പാടാണ്, ഇപ്പോൾ ലേറ്റാണ്, അഡ്വാൻസ്ഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്ന് ഞാൻ ചലഞ്ചസ് എടുക്കുന്നതാണ് എൻ്റെ ഒരു ഇഷ്ടം. ഒരാൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് എനിക്കൊന്ന് ട്രൈ ചെയ്തുകൂടാ? ഐ സിറ്റ് ഡൗൺ ഡിസെക്ട് സ്ലോലി. അങ്ങനെയാണ് ലിവർ സർജറി ചെയ്തിട്ടുള്ളത്. പോർട്ടാഹെപ്പാറ്റിസിലെ വെസൽസ് ഡിസെക്ട് ചെയ്യാൻ 2 മണിക്കൂർ എടുക്കും. അത് യു ഹാവ് ടു ഹാവ്. ഞാൻ വലിയ ക്ഷമയുള്ള ആളല്ല, പക്ഷേ ഞാൻ വെൻ ഐ ഡു സർജറി എനിക്ക് ഭയങ്കര ക്ഷമയാണ്. എത്ര മണിക്കൂറും ക്ഷമിക്കാം. അപ്പോൾ ഇദ്ദേഹത്തിന് ഞാൻ ഓപ്പറേറ്റ് ചെയ്തു. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ കൊണ്ടുപോകണം. 86-ലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ഈ കൊളാസ്റ്റമി ഞാൻ റിവൈസ് ചെയ്തു. ഈ ട്യൂമറും കുറച്ച് ഡിസ്റ്റൻസിൽ വൻകുടലിൻ്റെ പാർശ്വം ഇവിടെ മാറ്റിയിട്ട് വീണ്ടും അവിടെ കൊളാസ്റ്റമി ഉണ്ടാക്കി. ആ സ്ഥലത്ത് തന്നെ കൊളാസ്റ്റമി അതും എൻസർക്കിൾ ചെയ്തിട്ട് വലുതാക്കി അത് ക്ലോസ് ചെയ്തിട്ട് വേറെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കൊളാസ്റ്റമി ചെയ്തു. അകത്ത് പോയി നോക്കുമ്പോൾ ലെഫ്റ്റ് ലോബ് ഓഫ് ലിവറിൽ ഒരു സെക്കൻഡറി ഉണ്ട്, സോളിറ്ററി സെക്കൻഡറി ലെഫ്റ്റ് ലോബിൽ. അതിനെ റിസെക്റ്റ് ചെയ്യുക. അപ്പം ലിവറിൽ സർജറി ചെയ്തു, ഈ കൊളോണിക് സർജറി ചെയ്തു, കോളൻ്റെ കൊളാസ്റ്റമി റിവൈസ് ചെയ്തു. ആൻഡ് ഹി ലീവ്ഡ് ഫോർ 2.5 years. ആൻഡ് അപ്പോഴേക്കും പുള്ളിക്ക് എനിക്ക് തോന്നുന്നു 54 വയസ്സാവും. 2.5 വർഷമായപ്പോൾ അതിലേക്ക് പുള്ളി പറഞ്ഞ് എനിക്കൊരു ലെറ്റർ എഴുതിയിരുന്നു. അത് കരഞ്ഞു പോകും, കണ്ണീര് വരും. അത്രയും ഇതായിട്ട് പറഞ്ഞിരിക്കുന്ന പുള്ളിയുടെ വേദനകളും ഞാൻ ചെയ്തതിനെ പറ്റിയുള്ള അപ്രീസിയേഷനാണ്. എന്നും സൂക്ഷിച്ച് വെക്കേണ്ട ഒരു ലെറ്ററാണ്, പലതും മിസ് ചെയ്യാറുണ്ട് അങ്ങനെ. അപ്പോൾ അതിലെഴുതിയിരുന്ന 2 പെൺമക്കളാണ്. 2 പേരുടെയും കല്യാണം കഴിച്ചയക്കാനുള്ള സമയം കിട്ടി പുള്ളിക്ക് ഈ 2 വർഷത്തിനിടയ്ക്ക്. ഒരച്ഛൻ്റെ വലിയ ആഗ്രഹമായിരിക്കും അത്. അത് കഴിഞ്ഞിട്ട് ഒരാൾക്ക് ജോലിയും കിട്ടി ഗവൺമെൻറ്റിൽ. പുള്ളി 55 വയസ്സാകുന്നതിന്, അന്ന് റിട്ടയർമെൻറ്റ് 55ആണ്, റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് മരിക്കുകയും ചെയ്തു. എന്തോ ഒരു ഭാഗ്യമാണ്, അതൊരു വലിയ എക്സ്പീരിയൻസാണ്. ഈ ലീവ്ഡ് ഫോർ ദാറ്റ് 2.5 years എന്ന് പറയുന്ന ലൈഫിൽ ഏറ്റവും വാല്യുബിൾ ടൈം ഓഫ് ഹിസ് ലൈഫ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഒന്ന് പിന്നെ എന്താ, അത് റീസെൻ്റായിട്ട് നടന്ന ഒരു ലാപ്രോസ്കോപ്പിക് സർജറി തന്നെ മറ്റൊരു ആശുപത്രിയിൽ. അവരുടെ പേര് പറയുന്നില്ല. ഷീ മസ്റ്റ് ബി അബൌട്ട് 67-70 years of age. She had 3 operations in a hospital. അതായത് ആദ്യം ഓപ്പറേറ്റ് ചെയ്തു. ഷീ ഹാഡ് an appendectomy and she also had an internal hernia അകത്തുണ്ടായിരുന്നു. ലേഡീസിന് ഹെർണിയ വരുന്ന കുറവാണ്, റൈറ്റ് സൈഡിലാണ് തോന്നുന്നു. ഹെർണിയ റിപ്പയർ ചെയ്തു, അപ്പൻഡിസെക്ടമി ചെയ്തു. ഷീ ഡെവലപ്ഡ് ആൻ ഇൻഫെക്ഷൻ, പെരിട്ടണൈറ്റിസ്. ഇതെല്ലാം എടുക്കേണ്ടി വന്നു അവർക്ക് ത്രൂ ആൻ ഓപ്പൺ സർജറി ഫ്രം മറ്റോ ലാപ്രോസ്കോപ്പിയില്ല ചെയ്തു. ഇവിടെ മുതൽ താഴെ അറ്റം വരെയുള്ളൊരു വലിയ ഇൻസിഷൻ കിടക്കുന്നു. ഏതാണ്ട് 21 days കടന്നു. ഒരു 40 ലക്ഷം രൂപയും ചിലവാക്കിയെന്ന് പറഞ്ഞു അവിടെ. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഫുഡൊന്നും കഴിക്കാനൊക്കില്ല, വെള്ളം പോലും കുടിക്കാനൊക്കില്ല. എന്താണ് സംഗതി എന്നറിയില്ല. അപ്പം സെപ്റ്റിസീമിയയിലേക്ക് പോയി. ഇൻഫെക്ഷൻ വന്ന്, പെരിട്ടണൈറ്റിസ് വന്ന്, സെപ്റ്റിസീമിയ, ബാഡ് ഇൻഫെക്ഷൻ. ഫ്രം ദാറ്റ് ഷീ റിക്കവേർഡ്. എനിവേ സംഭവം റിക്കവേർഡ്. എൻ്റെ അടുത്ത് വരുമ്പോൾ വെള്ളം കുടിക്കാൻ പറ്റും. വെള്ളം കുടിച്ചാലും കൂടുതൽ കഴിച്ചാൽ വോമിറ്റ് ചെയ്യും. സോളിഡ്സ് ഒന്നും കഴിക്കാനൊക്കില്ല. അപ്പോൾ അവർ പറഞ്ഞു, ചെന്ന് കണ്ടപ്പോൾ വെള്ളം കുടിച്ചാൽ മതി, ഇത്രയൊക്കെ വയസ്സായല്ലോ, വെള്ളമായിട്ടും ഫ്രൂട്ട്സായിട്ട് കഞ്ഞിവെള്ളം, കരിക്കിൻ്റെ വെള്ളം, ഹോർലിക്സ്, ബിസ്ക്കറ്റ് അങ്ങനെ കഴിക്കാമല്ലോ. പക്ഷേ എന്ത് കഴിച്ചാലും അവർ വോമിറ്റ് ചെയ്യും. എൻ്റെ ഹോസ്പിറ്റലിൽ വന്നു. എനിക്ക് ഐ വാസ് റണ്ണിങ് മൈ ഹോസ്പിറ്റൽ, ലോർഡ്സ് ഹോസ്പിറ്റൽ എന്നാണ് പേര്. എന്നോട് ഹസ്ബൻഡിൻ്റെ പേര് കുമാർ. കുറച്ച് ഭയങ്കര ഒരു അഫെക്ഷനേറ്റ് പേഴ്സൺ. ഈ വിൽ ക്രൈ. വൈഫിൻ്റെ ഈ ബുദ്ധിമുട്ടുണ്ട്. ഒരു മകനേ ഉള്ളൂ, പുള്ളി ഒരു സാധു കുട്ടിയാണ്. അങ്ങനെ എൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഒരു 5 ദിവസം ആയപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, യു ഗോ ടു ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു വിശ്വാസം തോന്നിയില്ല. സോ മെനി സർജറീസ് ഓൾറെഡി, 2 or 3 സർജറീസ്. 3rd സർജറി വാസ് എ ഓപ്പൺ സർജറി. ഇവിടെ നിന്ന് ഇതുവരെ സ്കാറ് കിടക്കുകയാണ്, തിക്ക സ്കാറ്. എനിക്ക് ലാപ്രോസ്കോപ്പിയിൽ എൻട്രി ചെയ്യാൻ ഇവിടെ ഒരു ശകലം ഒരു 3 ഇഞ്ച് ഏരിയ വരും, ഒരു 10 centimeter ഏരിയ ഇല്ല, 4 ഇഞ്ച് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു,
this is going to be difficult for any surgeon. Anyway, now you better go to the same surgeon who had operated. ഓപ്പറേറ്റ് ചെയ്യുന്ന ആളിൻ്റെ അടുത്ത് അദ്ദേഹത്തിനല്ലേ തുടക്കം മുതലുള്ള കാര്യങ്ങൾ അറിയാവുന്നത്. എനിക്ക് നിങ്ങൾ പറഞ്ഞിട്ടുള്ള സംഗതിയല്ലേ അറിയുള്ളൂ. എനിക്കൊന്നും ഇൻസൈഡ് അബ്ഡമൻ ഈസ് എ മാജിക് ബോക്സ്. ഹെവൻ അലോൺ നോസ് ടിൽ യു ഗോ ഇൻ ആൻഡ് സീ. ആൻഡ് ദിസ് ഈസ് ദ തിങ്. അപ്പം ഞാൻ പറഞ്ഞു ഈസ് ദ റൈറ്റ് സർജൻ ആൻഡ് ലീഗലി എത്തിക്കലി ഈസ് ബൗണ്ട് ടു ഡു ഇറ്റ് ഫോർ യു. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും പോവില്ലെന്നേ അവിടേക്ക്, സാറ് നിർബന്ധിക്കരുത്, മരിക്കുകയാണെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കും. അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഓപ്പറേറ്റ് ചെയ്യാമെന്ന്. ഇദ്ദേഹം അങ്ങ് കരയും ഭയങ്കരമായിട്ട്. അവർ കുറച്ചുകൂടി ധൈര്യമുള്ള ഒരു ലേഡിയാണ്. ഞാൻ തീരുമാനിച്ചു ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ അസിസ്റ്റൻറ്റ് സർജനുണ്ട്, അദ്ദേഹത്തിന് സ്ഥലമില്ല നിൽക്കാനായിട്ട്. ഈ നേഴ്സ്, ആ നേഴ്സും അനസ്തറ്റിസ്റ്റും ഞാനും, സ്പേസില്ല. ഇതിലെ കൂടെ ഒരു ക്യാമറ ചെറുതായിട്ട് പോകും, ക്യാമറ പോകാനുള്ള സ്പോട്ട്. രണ്ട് സൈഡിലായിട്ട് രണ്ട് ഇൻസ്ട്രുമെൻ്റ് ഇടാനുള്ള 5mm പോർട്ട്. ഇത് പിന്നെ ചോദിച്ചാൽ ഇവരെല്ലാവരും പറയും. അതിലൂടെ ചെന്നപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഐ എം എൻട്രിങ് എ ജംഗിൾ, ഐ കനോട്ട് ഐഡൻറ്റിഫൈ എനിത്തിങ്. ഇറ്റ്സ് ആൾ പുകയെന്ന് പറയില്ലേ, അതെല്ലാം അഡീഷൻസ് വന്നിട്ട് ഫ്ലിംസി ലേയേഴ്സ് ഓഫ് ടിഷ്യൂ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കണം, ഒന്നും കാണാൻ വയ്യ. അതിനെ ഡിസെക്റ്റ് ചെയ്ത് പോയപ്പോഴേക്കും കണ്ടുപിടിച്ചു പ്രശ്നം എന്താ. ഒരു ക്യാവിറ്റി പോലെ പെൽവിസിൻ്റെ അവിടെയുണ്ട്. അതിനിടയ്ക്ക് ഒരു ലൂപ്പ് ഓഫ് ഇൻഡസ്ട്രീൻ കയറി ഇരിക്കുകയാണ് അതിൽ. അത് എടുക്കാൻ പറ്റുന്നില്ല. അതെടുത്തു. അത് ചെയ്തിട്ട് ആ സ്പേസിനെ ക്ലോസ് ചെയ്യണം. അതിനെ ക്ലോസ് ചെയ്തു ലാപ്രോസ്കോപ്പിയിൽ. ഈ രണ്ട് ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടാണ്. ഒരു കൊച്ചു ക്യാമറ പോകുന്നുണ്ട്, ചിലപ്പോൾ അത് ടെലസ്കോപ്പ് പോകുന്നുണ്ട്. അത് വെച്ചിട്ട് എടുത്തു, ഇത് ക്ലോസ് ചെയ്തു. ഷീ സ്റ്റാർട്ടഡ് ടേക്കിംഗ് ഫ്ലൂയിഡ്സ് ആൻഡ് ഷീ വാസ് സേവ്ഡ്. അതാണ് ഒരു വലിയ സ്റ്റോറിയാണ്. ബട്ട് ദാറ്റ് ടുക്ക് അബൌട്ട് 6 hours to 5 hours എനിക്കെടുത്തു. എല്ലാം കൂടി ഒരു 7 hours എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഈ അഡിഷൻസ് റിമൂവ് ചെയ്തു, ഇത് കണ്ടുപിടിച്ചു, അത് റിലീസ് ചെയ്തു. ആ ഹെർണിയ ഇരുന്ന ആ സ്പേസിൽ ഇവർ വെച്ചിരുന്ന മെഷ് അവിടെ ഇല്ല, അത് ഇളകിപ്പോയി. അതിന് പകരം ഇത് ലൂപ്പ് കയറിയിരിക്കുന്നു, ഇൻഡസ്ട്രിയൽ ലൂപ്പ്. ഒബ്സ്ട്രക്ഷൻ ആണല്ലോ, ലൂപ്പ് വളഞ്ഞ് ട്വിസ്റ്റ് ചെയ്തിരുന്നാൽ ഒമിറ്റ് ചെയ്തും കൊണ്ടിരിക്കും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെ ഷീ വാസ് സേവ്. ലിറ്ററലി ദാറ്റ് ഈസ് സേവിങ് എ ലൈഫ്, ഗിവിങ് എ ലൈഫ് ബാക്ക് ടു ഹെർ. അത് ഞാനല്ല, ദാറ്റ് സംഭവിച്ചു. ഞാൻ ക്ലെയിം എടുക്കുന്നില്ല, ഇത് സംഭവിച്ചു. ഇന്നിപ്പോൾ ഷീ വാസ് സംതിങ് ലൈക്ക് 45 kilos or so. Now she is about 70 plus. Oh my God. And ഇങ്ങനെ she would have died in another 3 months that time. Oh my അത് എൻ്റെ അടുത്ത് വരുന്ന ഏതാണ്ട് ഒരു 6 മാസം സഫർ ചെയ്തിട്ടാണ് വരുന്നത്, 3 months or so. ഞാൻ 104 വയസ്സേ ആളോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്ട്രാങ്കുലേറ്റർ ആണിയാണ് വന്നിട്ട്. അങ്ങേര് 108 വയസ്സ് വരെ ഇരുന്നു. പത്മനാഭൻ വൈദ്യർ എന്നാണ് പേര്. എൻ്റെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട് അയാളുടെ പടവ്. 104 വയസ്സിൽ ഓപ്പറേറ്റ് ചെയ്ത് 108 വയസ്സ് വരെ ഇരുന്നു. അദ്ദേഹത്തിന് 2 വർഷം കഴിഞ്ഞപ്പോൾ 106 വയസ്സായപ്പോൾ ഞാൻ വിസിറ്റ് ചെയ്തു. ഓണക്കോടി കൊണ്ട് കൊടുത്തു. ഓണത്തിന് ഒരു 25,000 rupees കൊടുത്തു. ആ ഓപ്പറേഷൻ ചാർജ് ചെയ്തില്ല. കാരണം ഓൾഡസ്റ്റ് പേഷ്യൻ്റ് ഐ എം ഓപ്പറേറ്റിംഗ് ഈസ് 104, പത്മനാഭൻ വൈദ്യർ. അയാൾ അവിടുത്തെ ഒരു ഫേമസ് വൈദ്യൻ. ചടയമംഗലത്താണ്, ജഡായി പാക്കിന് തൊട്ടടുത്താണ്. 2 ആൺമക്കളാണ് അവർക്ക്. അങ്ങേരുടെ മൂത്ത മകൻ ഇതിൽ പറയുന്ന ഒരു സംഗതിയുണ്ട്. അവർ 94 വയസ്സായപ്പോൾ പിന്നെ ഒരു പുനലൂരുള്ള ഒരു സർജൻ കുറച്ച് പേരെ കാണിച്ചു. പറയും 94 വയസ്സൊക്കെ ആയില്ലേ ഇപ്പോൾ, ഇനിയിപ്പോൾ അങ്ങ് പോയാൽ മതി, ഇത് വലിയ ശല്യമൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് 10 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ദെൻ സ്ട്രാങ്കുലേറ്റഡ്, ട്വിസ്റ്റ് ചെയ്ത് പോയി. സ്ട്രാങ്കുലേഷൻ സംഭവിക്കുന്നത് ട്വിസ്റ്റ് ചെയ്ത് ഇൻഡസ്റ്റൈൻ കുടലിൽ ട്വിസ്റ്റ് ചെയ്ത് പോയി. ഇതിനകത്തൊരു വലിയ ഹെർണിയൽ സാക്കിലേക്ക് സ്മാൾ ബവലിൽ പോയിട്ട് ട്വിസ്റ്റ് ചെയ്ത് പോയി. ട്വിസ്റ്റ് ചെയ്ത് പോയാൽ എന്ത് സംഭവിക്കും? ബ്ലഡ് സപ്ലൈ ഇല്ല, ന്യൂട്രീഷൻ ഇല്ല, ഓക്സിജനും ഇല്ല. എന്ത് സംഭവിക്കും? അത് ഡെഡ് ടിഷ്യൂ ആകും, പെർഫറേറ്റ് ചെയ്യും, പെർട്ടനൈറ്റിസ് വരും, ഈ വിൽ ഡൈ. അതാണ് ഡേഞ്ചർ. As a parting thought to all our viewers, and I'm sure നമ്മൾ വീണ്ടും സംസാരിക്കുന്നതായിരിക്കും on various other topics, പക്ഷേ as a parting thought to all our viewers on this particular subject of
ഒബീസിറ്റി ആൻഡ് ലിവിങ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ, വെൻ ഐ സ്പീക്ക് ടു യു, വെൻ ഐ ലുക്ക് അറ്റ് യു, ഐ നോ ദ കൈൻഡ് ഓഫ് ക്വാളിറ്റി ഓഫ് ഫുഡ് ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് സ്റ്റൈൽ ദാറ്റ് യു പേ അറ്റൻഷൻ ടു. എത്ര ശ്രദ്ധിച്ചിട്ടാണ് ഡോക്ടർ ഡേ ടു ഡേ ലിവിങ് ചെയ്യുന്നതെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഒരു ടിപ്പ് ഓർ എനി കൈൻഡ് ഓഫ് ഗൈഡൻസ് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി കൊടുക്കുക പ്ലീസ്, ടു കീപ് യുവർ മൈൻഡ് ബോഡി ഹെൽത്തി ആൻഡ് ഷാർപ്പ് ആസ് വി ലിവ് അലോങ്. ഹെൽത്തി ഡയറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതെ, പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കുക. ഈവൻ പച്ചക്കായാലും ഹാഫ് ബോയിൽഡ് ആയാലും, ഹാഫ് ബോയിൽഡ് വെജിറ്റബിൾസ്, ബോയിൽഡ് വെജിറ്റബിൾസും സ്വല്പം ശ്വാസം മുക്കി യു ക്യാൻ ക്രിയേറ്റ് ബോയിൽഡ് വെജിറ്റബിൾസ് വിത്ത് വാട്ട് ആൾ തിങ്സ്, എന്തെല്ലാം ബോയിൽ ചെയ്ത് കഴിക്കാം. അല്ല, സോ മെനി തിങ്സ്, ബീൻസ്, ക്യാരറ്റ്, ടൊമാറ്റോ, സോ മെനി തിങ്സ് യു ക്യാൻ ബോയിൽ. ആൻഡ് പയറുവർഗ്ഗങ്ങളെല്ലാം ആൻഡ് അങ്ങനെ സ്റ്റീം ചെയ്ത ഫുഡ് അതുപോലെ കഴിക്കാം. അവർ കഴിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഹാവ് മോർ പ്രോസസ്ഡ് അവോയ്ഡ് ചെയ്യുക. അതായത് ബ്രെഡ്, പുറമേ നിന്നുള്ള ഫാസ്റ്റ് ഫുഡ് എല്ലാം പ്രോസസ്ഡ് ആണ്. പുറമേ നിന്ന് വരുന്നതെല്ലാം പ്രോസസ്ഡ് ആണ്. ബിസ്ക്കറ്റ്, ബ്രെഡ്, പാക്ക് ചെയ്തത് എല്ലാം പ്രോസസ്ഡ് ആണ്. യു മസ്റ്റ് അവോയ്ഡ് ടു ദി എക്സ്റ്റെൻറ്റ് പോസിബിൾ. ഫ്യൂച്ചറിൽ വരാൻ പോണ ഹെൽത്ത് ഫുഡ് കഫേസ് ആണ്. ഇത് ഈ ഓർഗാനിക് ഫുഡ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഫ്യൂച്ചർ ഐ വിഷ്വലൈസ്. ദെൻ ദി അതർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് റെഗുലർ എക്സസൈസ് ആൻഡ് ഇഫ് ഇറ്റ് പോസിബിൾ little meditation and yoga is a very good thing. And keep your mind at rest. A most important thing actually. Stress is killing you. Stress vararudhu. Stress illatha ചുറ്റുപാടുകൾ ഉണ്ടാക്കുക. അതായത് ഇമോഷണൽ, മെന്റൽ, എല്ലാ രീതിയിലും സ്ട്രെസ് ആണ് വൺ ഓഫ് ദി കോസസ് ഫോർ ഡിസീസസ്. സ്ട്രെസ് വരുമ്പോഴേക്കും കോർട്ടിസോൾ, സ്റ്റിറോയിഡ് ഹോർമോൺസ് ഒരുപാട് റിലീസ് ചെയ്യും, ഡാമേജ് വരും. And then sleep is most important. You must have 6 to 8 hours of good sleep. Sleep എന്ന് പറയുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. You must get a good sleep. People sleep very late after having a heavy meal. That is one of the biggest mistakes ever. Your stomach must be almost empty. നമ്മൾ കഴിക്കുന്ന ആഹാരം ഒരു 4 hours കഴിയുമ്പോൾ സ്റ്റൊമക്ക് എംപ്റ്റി ചെയ്യും. അൺലെസ് യു ടേക്ക് എ ലോട്ട് ഓഫ് ഫാറ്റ്. ഫാറ്റ് വെച്ച് കഴിച്ചാൽ ഒരുപാട് നേരം കിടക്കും ഫാറ്റ്. അതുകൊണ്ടാണ് ചില ദിവസം നമുക്ക് ഫാറ്റി മീൽ, ഒരു ഹെവി ഡിന്നർ കഴിച്ചിട്ട് വന്നാൽ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവരാരും കഴിക്കില്ല. ബിക്കോസ് ഒരു ബ്ലോട്ടിംഗ് ഉണ്ടാവും, അപ്പോൾ വിശപ്പുണ്ടാവില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് തോന്നില്ല. ദെൻ യു മസ്റ്റ് റിയലൈസ് മൈ ലാസ്റ്റ് ഫുഡ് വാസ് നോട്ട് റൈറ്റ് എന്ന് അവർ മനസ്സിലാക്കണം ശരിക്കും. And exercise, diet, healthy mindset. This is very important. Good sleep, I would think, yes. Okay. Thank you so much, Doctor, for this lovely conversation. ഒത്തിരി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. 10 കിലോ കുറയ്ക്കണം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഹെൽത്തി ഫുഡ്, ന്യൂട്രീഷൻ, ഡയറ്റ്, സ്ലീപ്പ്, എക്സസൈസ്, ഇതെല്ലാം നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒന്നിച്ച് നമ്മൾ കൊണ്ടുകൊണ്ടാണ്. തീർച്ചയായിട്ടും. ആൻഡ് ഇതുപോലെ തന്നെ ഡോക്ടറിന് ലാപ്രോസ്കോപ്പിക് സർജറീസിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന എല്ലാ മേഖലകളും സാറിന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ in your area of expertise. And thank you so much for joining us on our show. Thank you so much for hearing me, listening to me. Thank you. Valuable experience. Yeah, thank you.